പരിശുദ്ധമായ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണെന്നറിയുമോ? പഠിച്ചു വെക്കണേ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ നാം തിരഞ്ഞെടുത്തതായ ഏതാനും ചില വ്യക്തികളിൽ സമുന്നതരായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്സാലിഹീൻ, അദ്ദേഹം നാളെ പാരത്രിക ലോകത്ത് സാലിഹീങ്ങളോടൊപ്പമാണ് ചേരുക. അദ്ദേഹം സജ്ജനങ്ങളിൽ പെട്ടവനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമുക്ക് വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞുപോയ ഒരു വ്യക്തിത്വത്തെ പറ്റി പഠിപ്പിച്ചു തരികയാണ്. അദ്ദേഹം ആരായിരുന്നു? സാലിഹായിരുന്നു. എന്തിനിത്? 4000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയൊരു പ്രവാചകന്റെ ചരിത്രം ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ? നമ്മളും എന്തായി തീരണം? അദ്ദേഹത്തെ പോലെ സ്വാലിഹായി തീരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അദ്ദേഹം സാലിഹായ മനുഷ്യനായിരുന്നു. സയ്യിദുന ഇബ്രാഹിം, ഉറക്കപ്പറയിൻ അലൈഹിസ്സലാം, ഉറക്കപ്പറ സയ്യിദുന ഇബ്രാഹിം. അംബിയാക്കളുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അബുൽ അംബിയാ എന്നാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുള്ളത്. ആരെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. സമുന്നതനായ വ്യക്തിത്വമാണ്. നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റൂല. കാരണം നമുക്ക് 2 പെരുന്നാളുകൾ ഉള്ളതിൽ ഒരു പെരുന്നാൾ അദ്ദേഹത്തെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റിയിട്ടാണ് ഇനി വരാനിരിക്കുന്ന ബലിപെരുന്നാൾ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്തുകൊണ്ട് അദ്ദേഹം സാലിഹായി? എന്തുകൊണ്ട് സാലിഹായി? പറഞ്ഞാൽ പരിപൂർണമായ അനുസരണയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഖുർആൻ പറയാണ്, ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം قال أسلمت لله رب العالمين. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലയോ ഇബ്രാഹിമേ, ഇബ്രാഹിമേ, നീ അല്ലാഹുവിനെ പരിപൂർണമായി വഴിപ്പെട്ടുകൊണ്ട് നിലകൊള്ളണേ. അസ്ലിം, നീ യഥാർത്ഥ മുസ്ലിമാവണേ. യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് നീ ഇറങ്ങി നിൽക്കണേ. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞ ഏതൊരു വചനമാണോ അതേ വചനം വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ പടച്ച റബ്ബിന് ഞാനിതാ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. അവനെ ഞാൻ വണങ്ങുകയാണ്, അവനെ ഞാൻ വഴങ്ങുകയാണ്. അവനല്ലാതെ ഒരു ആരാധ്യ പുരുഷൻ എനിക്കില്ല. അവന് വേണ്ടി സർവ്വതും ഞാൻ സമർപ്പിക്കുകയാണ്. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലിം എന്ന പദം പ്രയോഗിച്ചപ്പോ അതേ പദപ്രയോഗം കൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് തിരിച്ചു പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചതായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇബ്രാഹിമിനെ പോലെയെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ് വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. നബിയേ ഇബ്രാഹിമിന്റെ ചര്യ പരിപൂർണമായി അനുധാവനം ചെയ്യണേ. അദ്ദേഹത്തിന്റെ മില്ലത്ത് പരിപൂർണമായി പിൻപറ്റണേ. റസൂലേ, ഇബ്രാഹിം നബിയുടെ ചര്യ നിങ്ങൾ അനുധാവനം ചെയ്യണേ. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ വ്യക്തിയല്ല. അള്ളാഹു എന്ത് പറഞ്ഞോ അത് പരിപൂർണമായി ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറുള്ള വ്യക്തിയാണ്. സ്വന്തം മകനെയും സ്വന്തം ഭാര്യയെയും കഅബാലയത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് വരണേ എന്ന് പടച്ച റബ്ബ് പറഞ്ഞ
പറഞ്ഞപ്പോ പരിപൂർണമായി ചെയ്തതാകുന്ന മനുഷ്യനാണ്. അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കാൻ തയ്യാറായ വ്യക്തിയാ. തിരിച്ചു പോകുമ്പോ ഹജറ ഉമ്മ വിളിച്ചു ചോദിക്കുകയാണ്, അല്ലാഹു അമുറുക യാ ഇബ്രാഹിം, എന്നെയും ഈ പിഞ്ചോമന മകനെയും ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടേച്ച് തിരിച്ചു പോകാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ ആണോ ഇബ്രാഹിമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ഉമ്മ ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലയാട്ടുകയാണ്. നഅം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തിരിഞ്ഞു നടക്കുകയാണ്. ഉള്ളിൽ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, നൊമ്പരമുണ്ട്, വ്യസനമുണ്ട്, ദുഃഖമുത്തിന്റെ ഭാരമുണ്ട്. എല്ലാം നിലനിൽക്കെ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന സ്ഥലത്ത്, ഒരു മനുഷ്യവാസമില്ലാത്തതാകുന്ന ഭൂമിയിൽ, ഒരാൾ പോലും ഇല്ലാത്തതാകുന്ന സ്ഥലത്ത് ഒരൽപ്പം വെള്ളവും കുറച്ച് കാരക്കയും മാത്രം കൊണ്ടുപോയി കൊടുത്തിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നതാകുന്ന ഇബ്രാഹിം ചരിത്ര പുരുഷനല്ലയോ? ലോകത്തിന് മാതൃകയായ വ്യക്തിയല്ലയോ? അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. അണുവിട വ്യതിചരിക്കാതെ സർവമതങ്ങളിൽ നിന്നും മതത്തിന്റെ ആദർശങ്ങളിൽ നിന്നും വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി അടിയുറച്ചു നിന്നതായ ഈ ഇബ്രാഹീമിനെ നിങ്ങൾ പിൻപറ്റണേ റസൂലേ. അദ്ദേഹത്തിന്റെ മില്ലത്ത് അനുധാവനം ചെയ്യണേ ഹബീബേ. ഇതൊരു സാധാരണ മനുഷ്യനല്ല. സ്വന്തം പ്രിയപ്പെട്ട പൊന്നമോനെ കത്തിവെച്ചുകൊണ്ട് അറക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ അതിനും തയ്യാറാകുകയാണ്. ലോകം ഇന്നും അതിരുവിന്റെ വിഷയത്തിൽ ഒരു പെരുന്നാളിന്റെ സുദിനത്തിൽ ഓർത്തുകൊണ്ട് കരയുകയാണ്. എത്ര വലിയതാകുന്ന പടച്ചറബിനോടുള്ള സമർപ്പണമാണ്, അള്ളാഹുവിനോടുള്ള സമർപ്പണമാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളിൽ പെട്ടതായ വ്യക്തിയാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം ദുനിയാവിലും തിരഞ്ഞെടുത്തതായ വ്യക്തിയാണ്, ആഖിറത്തിലും തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ആഖിറത്തിൽ അദ്ദേഹം സാലിഹീങ്ങളോടൊപ്പമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. റബ്ബിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചപ്പോ അള്ളാഹു തിരഞ്ഞെടുത്തു. അള്ളാഹു തൗഫീഖ് തരട്ടെ. റബ്ബ് എന്ത് പറയുന്നോ അത് പരിപൂർണമായി ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് സാധിക്കുമോ? അങ്ങനെ നമുക്ക് സാധിക്കുമോ? ومن يرغب عن ملة إبراهيم ومن يرغب عن ملة إبراهيم إلا ما സഫിഹ നഫ്സഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ വിട്ടുകൊണ്ട് ഈ ദുനിയാവിൽ ചിന്തിക്കുന്നവനാരാണ്? ആരാണ് അദ്ദേഹത്തിന്റെ ചര്യ വിട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്? അവൻ മൂഢനല്ലയോ? അവൻ വിഡ്ഢിയല്ലയോ? അള്ളാഹു ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയല്ലേ ഈ സമൂഹം പിൻപറ്റേണ്ടത്? അദ്ദേഹത്തെ പോലെ സാലിഹാകാൻ വേണ്ടിയല്ലേ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചര്യ വിട്ട് ചിന്തിക്കുന്നവർ അവൻ ഏറ്റവും വലിയ മൂഢനല്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തായിരുന്നു? സാലിഹായ വ്യക്തിയായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബക്കറ്റ് വീരൊന്നും കൊണ്ടുവന്നോളേ. എല്ലാവർക്കും അതാണ് ഒരു ക്ഷീണം. അത് എന്തെങ്കിലും ഇട്ടാലേ ഉള്ളൂ അവർക്കൊക്കെ ഒരു ക്ഷീണമുണ്ട്, മുഖത്ത് കണ്ടറിയും. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നല്ലൊരു സദഖ, അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. നല്ല നീയത്തിൽ നമുക്കൊക്കെ സ്വാലിഹാവണം വേണ്ടേ? അള്ളാഹു നമ്മളെ സ്വാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. നമ്മൾ സ്വാലിഹാവണം, നമ്മുടെ മക്കളും സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടണം, നമ്മുടെ ഭാര്യ കുടുംബാദികൾ എല്ലാവരും സ്വാലിഹ്യങ്ങൾ ചേരണം. അതിനുവേണ്ടി നല്ലൊരു നീയത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു സദഖ.
അള്ളാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. ഒരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം ആരിനാ വജ്ഹ റസൂലി ആരിനാ വജ്ഹ റസൂലി വഖദീജ വൽ ബാതൂലി വബനി സഹറൽ فحولي ربي عاجل بالإجابة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم റഹ്മായ അല്ലാഹ് ഞങ്ങൾ ഈ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ മുറാദുകൾ ഹാസിലാകാൻ ഉപകരിക്കുന്നതായ സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ സദസ്സിലുണ്ട് റബ്ബേ. ഞങ്ങൾ ഈ നൽകുന്ന സദഖ കാരണമായി രോഗങ്ങൾ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളേവരെയും സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരിമാരെ പെൺമക്കളെ ഞങ്ങളുടെ ഉമ്മമാരെ സാലിഹാത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം, എല്ലാരും ശ്രദ്ധിക്കും. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണെന്ന് പഠിച്ചു, സാലിഹ എന്ന് പഠിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്ന് കൈ ഉയർത്തിക്ക് എല്ലാരും, ശ്രദ്ധിക്കുന്നവരൊക്കെ നോക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കം വരുന്നുണ്ടോ എന്ന് അറിയാനാണ്. ക്ഷീണമുണ്ടോ? ഇല്ല. ഇവിടെ ശ്രദ്ധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കളല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. بسم الله الرحمن الرحيم واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه മർളിയാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലൂടെ പഠിപ്പിക്കുകയാണ്. നബിയേ നബിയേ തങ്ങൾ ഇസ്മായിൽ നബിയെ കുറിച്ച് സ്മരിക്കണേ റസൂലേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കാതെ പരിപൂർണമായി അത് പൂർത്തീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ പെട്ടതായ സ്വാലിഹായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടതായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വകാന റസൂലൻ നബിയാ വകാന റസൂലൻ നബിയാ. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലുമായിരുന്നു, അല്ലാഹുവിന്റെ നബിയുമായിരുന്നു. രണ്ട് പദവികൾ കൂടി കൂട്ടപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. തീർന്നില്ല, അല്ലാഹു വീണ്ടും പറയാൻ وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു.
وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ടും സകാത്ത് കൊടുക്കാനും കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തമായി നിസ്കരിക്കുകയും കുടുംബത്തോട് കൽപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർദിയ, അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടതാകുന്ന അടിമയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന് ഏറ്റവും സംതൃപ്തിപ്പെട്ടതായ അടിമയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സാലിഹായ വ്യക്തിയായിരുന്നു. നിസ്കാരം കൊണ്ട് തന്റെ കുടുംബത്തോട് സദാസമയം കൽപ്പിക്കുമായിരുന്നു, സകാത്ത് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാം, സാലിഹാകണമെങ്കിൽ നിസ്കാരം വേണം. സ്വന്തം കുടുംബത്തോട് എന്തുകൂടി പറയണം? നിസ്കരിക്കാനും കൂടി വാപ്പ വാതുറന്ന് പറയണം. മനസ്സിലായി? റബ്ബിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട അടിമയാകണോ? എന്ത് വേണം? കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണം. രാവിലെ സുബഹിയുടെ സമയത്ത് മക്കളെ വിളിച്ചുണർത്തുക, ഭാര്യ കടന്നുറങ്ങുമ്പോ വിളിച്ചുണർത്തുക. ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ? റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ വഅയഖള അഹ്ലഹു فإن أبت نضح في وجهها الماء ورحم الله امرأة قامت في الليل وصلت وأيقظ أهلها فإن أبى نضحت في وجهه الماء. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നതായ ഒരു പുരുഷന് അല്ലാഹു കരുണ ചൊരിയട്ടെ. നിസ്കാരത്തിന് ശേഷം തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ വിളിച്ചുണർത്താൻ വേണ്ടി ഭർത്താവ് തുനിയുമ്പോ ആ ഭാര്യ പറയുകയാണ്, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ ഇക്കാ, എനിക്കുറക്കം വരുന്നു ഇക്കാ, ഞാൻ രാത്രി ഒരുപാട് ജോലിക്കാലങ്ങൾ ചെയ്തിട്ടാണ് കടന്നുറങ്ങിയത്, അതുകൊണ്ട് ഒരല്പം കൂടി കടക്കട്ടെ എന്ന് പറയുമ്പോ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് സ്നേഹത്തിൽ അല്പം വെള്ളം തളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഭർത്താവിന് അള്ളാഹു കരുണ ചൊരിയട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വറഹിമല്ലാഹു ഇംറഅതാ ഖാമത് ഫിൽ ലൈൽ വസല്ലത് വഅയഖളത് അഹ്ലഹാ. പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാകുന്ന ഒരു സഹോദരിക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ. ഏത് പെണ്ണെന്നറിയുമോ? നിസ്കരിക്കുക മാത്രമല്ല, രാത്രിയിൽ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സുബഹിയുടെ സമയമാകുമ്പോ വിളിച്ചുണർത്തുകയാണ്, വിളിച്ചുണർത്തുകയാണ്. ഇക്കാ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടില്ലേ? ഈ എടക്കരയുടെ മണ്ണിൽ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള മനുഷ്യരായി അല്ലാഹു നമ്മെ മാറ്റിയില്ലേ? നമ്മുടെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ സൗഭാഗ്യമാണ് നൽകിയിരിക്കുന്നത്. അംഗവൈകല്യങ്ങൾ എന്ന പടച്ച റബ്ബ് കാത്തു സംരക്ഷിച്ചില്ലേ? കണ്ണിനുള്ളതാകുന്ന കാഴ്ചശക്തിയും കാതിനുള്ളതാകുന്ന കേൾവി ശക്തിയും നാവിനുള്ള സംസാര വൈഭവം കൈകൾക്കുള്ളതാകുന്ന സ്വാധീന ശക്തിയും എല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ അടയാളപ്പെടുത്തിയില്ലേ ഉപ്പാ? അതുകൊണ്ട് എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് പൊന്നുമോളെ നമ്മൾ പഠിക്കുന്നത്? എന്തിനാണ് പൊന്നുപ്പ, എന്തിനാണ് പൊന്നു ചെറുപ്പക്കാരാ ഭർത്താവേ നീ മടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വിളിച്ചുണർത്തുന്നതാകുന്ന ഏതൊരു ഉമ്മയുണ്ടോ, ഏതൊരു ഭാര്യയുണ്ടോ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഉപ്പയെ, സ്വന്തം മക്കളെ വിളിച്ചുണർത്തുന്നതാകുന്ന ഭാര്യയുണ്ടോ? തീർച്ചയായും അല്ലാഹു ആ സ്ത്രീക്ക് കരുണ ചൊരിയട്ടെ എന്ന് ആദരവായ ശഫീആയ റസൂലുള്ളാഹി
ദുആ ചെയ്തത് വേറെ ആരുമല്ല, ജീവിതത്തിൽ കളവ് പറയാത്ത, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്തതായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണോ, ഈ ദുആ കിട്ടണോ, എന്തുവാണ്? രാവിലെ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം മുഖത്ത്. എന്റെ വാപ്പ ഉസ്താദാണ്. വാപ്പ പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ വെള്ളം തെളിച്ചിരുന്നപ്പോ നമ്മൾ ഓർത്തല്ല ഇതെന്താ പരിപാടി. അപ്പൊ ഇന്നിപ്പോ ഹദീസുകൾ മനസ്സിലായപ്പോഴാണ് ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാന്ന് മനസ്സിലായത്. പണ്ടിങ്ങനെ വെള്ളം കോരി ഒഴിക്കുമ്പോ നമുക്കന്ന് ദേഷ്യാണ്, ചെറിയ പ്രായമല്ലോ, വരില്ലല്ലോ. നമ്മളോർക്ക് ഈ വെള്ളം കോരി ഒഴിക്കുന്നതിന്റെ കാര്യം എന്താണ്? ബക്കറ്റ് കണക്കിന് വെള്ളം കൊണ്ട് തലവഴി ഒഴിക്കല്ല. എന്നാ പിന്നെ അന്ന് തലാക്ക് കിടക്കും. അല്ലാഹു ആക്കട്ടെ. തലവഴിയെ വെള്ളം ഉസ്താദ് പറഞ്ഞാൽ വെള്ളം കോരി ഒഴിക്കണോ? കിട്ടിയ ചാൻസ് തന്നെ. രാവിലെ തന്നെ 3 കുടം വെള്ളം. ചിലർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുബഹി നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, രാവിലെ എന്ത് ചെയ്യും? വെള്ളം കോരി ഒഴിച്ചേക്കും. ഉസ്താദ് പറഞ്ഞ അതുകൊണ്ട് ഇതിന് വെള്ളം തളിക്കാന്ന് പറഞ്ഞ ലഹ എന്ന് പറഞ്ഞ എന്താ? വെള്ളം ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ സ്വല്പം ഇങ്ങനെ തളിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ആ ക്ഷീണം ഉറപ്പാണ്. വെള്ളം മുഖത്തോട്ട് വീഴുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് വെള്ളം വീഴും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ തെളിച്ചിട്ടുണ്ടോ? വാപ്പ ആരെങ്കിലും ഉള്ളവരെന്ന് കൈ ഉയർത്തിക്കുക. വെള്ളം ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരാൾ, 2, 3, 4, 5 ഉണ്ട്. അവരൊക്കെ ഇതുപോലെ ഈ ഹദീസ് വെച്ച് അമല് ചെയ്തവരാ. വെള്ളം അല്പം ഇങ്ങനെ തളിക്കുക. അപ്പൊ ആ ക്ഷീണം ഉറപ്പാണ്. എഴുന്നേക്കും നമ്മൾ. ഈ ഹദീസ് കൂടി മനസ്സിലാക്കിയിട്ടാണെങ്കിൽ വാപ്പ ഇന്ന കാര്യത്തിന് വേണ്ടിയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉമ്മ ഈ ഒരു ഹദീസ് ഉള്ളത് കൊണ്ടാ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അവർക്ക് ആ കൂലിയും കിട്ടുകയാണ്. ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്തത് കരുണയ്ക്ക് വേണ്ടി. കാരുണ്യം അള്ളാഹു ചൊരിയട്ടെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ തലമുറകളൊക്കെ ഇന്ന് അങ്ങനെ ഉണ്ടോ? ചിന്തിക്കും. നിസ്കരിക്കാൻ വേണ്ടി മക്കളെ എഴുന്നേൽപ്പിക്കുന്നവരുണ്ടോ? വിളിക്കുന്നവരുണ്ടോ? വിളിച്ചാൽ തന്നെ മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുന്നവരുണ്ടോ? അവൽ വക്കത്ത് സുബഹിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നവരുണ്ടോ? റമദാനിൽ വിളിക്കും. എന്തിനാ? അത്താഴം കഴിക്കാൻ വിളിക്കുമ്പോ കറക്റ്റ് എഴുന്നേക്കും. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കലാന്ന് പറയുമ്പോ തിരിഞ്ഞു നടക്കുക. അല്ലേ? നല്ല ഫുഡുണ്ട്, ഫുഡുണ്ടെന്ന് പറയുമ്പോ എഴുന്നേറ്റ് വരും. നല്ല കുഴിമന്തി ഉണ്ട്, നെഹ്ദി മന്തി, അല്ലാ എന്നപ്പോ ചാടി എഴുന്നേറ്റ് തന്നെ അത് കഴിച്ചിട്ട് നടക്കാം. നിസ്കാരമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശരിയല്ലേ? എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും ഒരല്പമെങ്കിലും കഴിക്കാം. മടിച്ചിട്ടാണെങ്കിലും വന്ന് കഴിക്കും. നിസ്കാരത്തിന് പിറകോട്ട് അങ്ങനെ ആകാൻ പാടില്ല. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്ന വ്യക്തിയെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനാകുള്ളൂ, മർളിയായ വ്യക്തിയാകുള്ളൂ. وَكَانَ يَأْمُرُ أَهْلَهُ بِالصَّلَاةِ وَالزَّكَاةِ وَكَانَ عِندَ رَبِّهِ മർളിയാ. റബ്ബിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട അടിമയായി ആര് മാറി? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രവാചകന്മാരുടെ നീണ്ട നിര തന്നെ ഉണ്ട്. സാലിഹീങ്ങളാന്ന് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് സമയമില്ല. ആയത്തുകൾ ഇഷ്ടം പോലെയാണ്. ഇതാ ഒരു ആയത്തുകൂടി കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ وَمِن ذُرِّيَّتِهِ دَاوُودَ وَسُلَيْمَانَ وَأَيُّوبَ وَيُوسُفَ وَمُوسَى وَهَارُونَ وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَزَكَرِيَّا وَيَحْيَى وَعِيسَى وَإِلْيَاسَ كُلٌّ مِّنَ الصَّالِحِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാൻ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എന്താണ്? കുല്ലും മിനസ് സ്വാലിഹീൻ. ഇവരൊക്കെ ആരാണ്? സാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാ ഏകദേശമൊക്കെ പ്രവാചകന്മാരെ പറയാം. 25 പേരെ ആ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ സ്വാലിഹീങ്ങളാണെന്ന് ഖുർആനിലുണ്ട്. وزكريا ويحيى وعيسى وإلياس كل من الصالحين.
സക്കരിയ നബി അലൈഹിസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ടതാകുന്ന ഇല്യാസ് നബി അലൈഹിസ്സലാമെല്ലാം അവരൊക്കെ സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ അൻആം. ഇനി സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വേറെ ചില പ്രവാചകന്മാർ. وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയും ഇദ്രീസ് നബി അലൈഹിസ്സലാമും ദൽകിഫിൽ അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെല്ലാം അവർ ക്ഷമാശീലന്മാരാണ്. അവർ തീർച്ചയായും അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽപ്പെട്ടവരാണ്. وأدخلناهم في رحمتنا إنهم من الصالحين. അവരൊക്കെ നമ്മുടെ സച്ചരിതരായ സാലിഹീങ്ങളായ അടിമകളിൽപ്പെട്ടവരാണ്. സൂറത്തുൽ അംബിയായിൽ തന്നെ മറ്റൊരായത്ത് വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണ്, നാം അദ്ദേഹത്തിന് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. തീരൂല. എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞിട്ടുണ്ട്. 25 പേരെയാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അവരൊക്കെ സ്വാലിഹീങ്ങളാണ്, അവരൊക്കെ സ്വാലിഹീങ്ങളാണ് എല്ലാവരും. ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലാ വമിനസ് സാലിഹീൻ. ജനങ്ങളോട് തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിച്ചതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവനാണ്, സാലിഹായ മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണ്, മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. സൂറത്തുൽ ഖലം ഒന്ന് പരിശോധിക്കണേ, ഖുർആനാണ്. ഈ ഓതുന്നത് മുഴുവനും ഖുർആനാണ്, ഖുർആനാണ്. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതാകുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹായ വ്യക്തിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ മനുഷ്യനാണ്. അപ്പൊ അമ്പിയാക്കളൊക്കെ സാലിഹീങ്ങളാണെന്ന് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മളും എന്താവണം? അവരോടൊപ്പം ചേർന്ന് നിൽക്കാനല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് വേണം? സാലിഹാകാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്ങനെ ഇപ്പൊ സാലിഹാവുക? എങ്ങനെയാ സാലിഹാകേണ്ട പണി പറഞ്ഞില്ലല്ലോ. ഇവരൊക്കെ സാലിഹീങ്ങളാന്ന് പഠിച്ചു. ഇനി എങ്ങനെയാ സാലിഹാകേണ്ടത് പഠിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിച്ചിരിക്കുന്ന നിങ്ങൾ അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അമ്പിയാക്കളൊക്കെ സ്വാലിഹീങ്ങളാണെന്ന് പഠിച്ചു. ഇനിയുണ്ട് ആയത്ത്, സമയമില്ലാത്തണ്ടോ? അത് ഓതിക്കൊണ്ടിരുന്ന തന്നെ നേരം വെളുക്കും. ആയത്ത് ഇഷ്ടം പോലെ, ഇനിയും ഡസൻ കണക്കിന് ആയത്തുണ്ട് ഓരോ അമ്പിയാക്കളെ പറ്റി. സമയമില്ല. എല്ലാ അമ്പിയാക്കളും സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ് എല്ലാവരും. ഖുർആൻ അതിനെ ഓരോരുത്തരുടെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഖുർആൻ എടുത്ത് പരിശോധിക്കും നിങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ അമ്പിയാക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നീയും സ്വാലിഹാകാനുള്ള പ്രവർത്തനം നീ നടത്തണം. അതെങ്ങനെയാ ചെയ്യേണ്ടത്? അതാണ് ഇപ്പൊ അടുത്തത് പറയുന്നത്. എങ്ങനെ നമുക്ക് സ്വാലിഹാകാൻ പറ്റും? ഒന്ന് സ്വാലിഹാകാനുള്ള പ്രവർത്തനങ്ങൾ നിന്റെ ജീവിതത്തിൽ വരണം. ഏതാ സ്വാലിഹാകുന്ന പ്രവർത്തനം? അള്ളാഹു കൽപ്പിച്ചതും അവൻ വിരോധിച്ചതുമാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കാൻ തയ്യാറാവണം. വിരോധിച്ചതിനെ പരിപൂർണമായി ഒഴിവാക്കാൻ തയ്യാറാകണം. സ്വാലിഹാകാനുള്ള ഏക പോംവഴി അത് മാത്രമാണ്.
ഇവരോടൊപ്പം ചേരണോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ശരിക്ക് ശ്രദ്ധിക്കണേ, ശരിക്ക് ശ്രദ്ധിക്ക്. സാലിഹാകാനുള്ള ഒരു പണി ഇതാ ഖുർആൻ പറയുന്നു. സൂറത്തുൽ കഹ്ഫ് ഓതലുണ്ടോ? വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യലുണ്ടോ? ഉണ്ടോ? വെള്ളിയാഴ്ച ദിവസം അത് പാരായണം ചെയ്താൽ വലിയ നേട്ടമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അടുത്ത ഒരാഴ്ചക്കിടയിൽ അവന് പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാഴ്ച ഓതിയ ആഴ്ചയും വരാനിരിക്കുന്ന ആഴ്ചകൾക്കുമിടയിൽ പ്രകാശം അള്ളാഹു ഇട്ടുകൊടുക്കും. ഹബീബ റസൂലുള്ളാഹി. മുടങ്ങരുത്, എല്ലാ വെള്ളിയാഴ്ചയും ഓതണം. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണ്, 3 പ്രാവശ്യമാണ് ഓതേണ്ടത്. ഒന്ന് വ്യാഴാഴ്ച വൈകിട്ട് രാത്രിയിൽ, രണ്ടാമത്തത് വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം, 3 ജുമഅക്ക് മുമ്പ്, മൂന്നാമത്തത്. അങ്ങനെ മൊത്തം എത്ര എണ്ണം? 3 എണ്ണം. ഒരെണ്ണം പോലും ഓതാത്ത കൗമിനോടാണ് 3 എണ്ണം പറയുന്നത്. അല്ലാഹു ആക്കട്ടെ. ഒരെണ്ണം തന്നെ റമദാനിൽ പോലും ഓതിയിട്ടില്ല. ആകെ ഓതുകയാണെങ്കിൽ റമദാനിലായിരുന്നു ഓതണ്ടത്. അങ്ങനെ തോന്നാത്ത ടീമുകളോടാണ് എന്ത് പറയുന്നത്? 3 എണ്ണം ഓതാൻ. ഇപ്പൊ ഒരെണ്ണം ഓത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത് 3 എണ്ണം വരെ ഓതൽ കൂലിയുണ്ട്, പക്ഷെ നമ്മൾ ഒരെണ്ണം പോലും ഓതുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെ സാലിയാവും? അതെ, സാലിഹാകണം. അതുകൊണ്ട് മാത്രം ആയില്ല എന്നർത്ഥം. കുറച്ച് പണിയുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ അവസാനം വരുമ്പോ ആയത്തുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാൻ فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയാകുന്ന പടച്ച റബ്ബിനെ കാണാൻ ആരൊരുവൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനാകുന്ന പരിശുദ്ധ പ്രവാചകനെ പടച്ച യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനെ അല്ലാഹു ഈ ലോകത്തിന് സമ്മാനിച്ചതായ, ഈ ലോകത്ത് മനുഷ്യൻ നിർമ്മിക്കുന്നതാകുന്ന സർവ്വ സൗന്ദര്യമാകുന്ന വസ്തുക്കളെക്കാളും ഏറ്റവും വലിയ സുന്ദരൻ അല്ലാഹു അല്ലയോ? അല്ലാഹു അല്ലയോ? കാരണം ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ അവനാണ്, അവനാണ്. ഈ ലോകത്തുള്ളതാകുന്ന സൗന്ദര്യമുള്ള സർവ്വ വസ്തുക്കൾക്കും, അത് സ്ത്രീയായാലും പുരുഷനായാലും, അത് ജീവജാലങ്ങളായിരുന്നാലും ഏത് വസ്തുക്കളായിരുന്നാലും അതിനെല്ലാം വർണ്ണവും നിറവും നൽകിയവൻ അവനല്ലയോ? അല്ലാഹു അല്ലയോ? ഈ ലോകത്ത് മനുഷ്യനെ കൺകുളിർക്കെ കാണാനുള്ള, കണ്ണിന് കുളിർമയാകുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം പടച്ചതായ അല്ലാഹു യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകന്, സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വത്തെ ഈ ലോകത്തിന് സമ്മാനിച്ചവനായ അല്ലാഹു, ആദരവായ പ്രവാചകൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ആകർഷ രൂപമാകുന്ന വ്യക്തിത്വത്തെ ലോകത്തിന് സമ്മാനിച്ചതായ അല്ലാഹു, അവനെത്ര സുന്ദരനാണ്, സുന്ദരനാണ്. അവനെയൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കണേ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ഈ ലോകത്തിന്റെ തമ്പുരാനെ കാണണമെന്നുള്ളവരെ, എടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, വഅദ് കേട്ടുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഉപ്പ, നീ നിസ്കരിച്ചതും, നീ നോമ്പ് പിടിച്ചതും, നീ സക്കാത്ത് കൊടുത്തതും, നീ ഉംറ ചെയ്തതും, നീ ഹജ്ജ് ചെയ്തതും, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പിയതും, നീ നിരാലംബർക്ക് അവലംബമായതും, നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തതും, നീ സദഖ നൽകിയതും, നീ കൊടുക്കാനിരിക്കുന്നതുമെല്ലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടിയാവണേ. സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം, സ്വർഗത്തിനപ്പുറമാണ്, സ്വർഗത്തിനപ്പുറമാണ്. കാരണം സ്വർഗം അല്ലാഹു പടച്ചതാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് സ്വർഗം. ഒരു സൃഷ്ടികളിൽ പെട്ടവരാകുന്നു നമ്മളും റബ്ബിന്റെ സൃഷ്ടികളാണ്, സൃഷ്ടികളാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുന്നതിൽ അതിശയമില്ല. ഒരു സൃഷ്ടി കൊതിക്കേണ്ടത് സൃഷ്ടാവിനെ കാണാനാണ്, കാണാൻ
പറയാനാണ്. നമ്മളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, സ്വർഗവും റബ്ബിന്റെ സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കരുതേ, മറിച്ച് കാണേണ്ടത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിനെയാണ്. കാരണം സ്വർഗത്തെ മുഴുവനും പടച്ചത്, അതിലുള്ളതാകുന്ന സർവ്വ സൗകര്യങ്ങളും പടച്ചത് അള്ളാഹുവല്ലയോ, പടച്ച റബ്ബല്ലയോ? അവനെത്ര സുന്ദരനാണ്, സുന്ദരനാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആ റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഫൽയഅമൽ അമലൻ സാലിഹാ, ജീവിതത്തിൽ സുകൃതം ചെയ്യണേ, സുകൃതം ചെയ്യണേ. നമസ്കാരങ്ങൾ ചിട്ടവെക്കണേ, നോമ്പുകൾ കൃത്യത വെക്കണേ, സക്കാത്തുകൾ കൊടുത്തു വീട്ടണേ, സദഖകൾ ചെയ്യണേ, പാവങ്ങളുടെ കണ്ണീരൊപ്പണേ, യതീമക്കളുടെ തലയിൽ തലോടണേ, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കണേ, വിധവകൾക്ക് അത്താണിയായി വർത്തിക്കണേ, പാവപ്പെട്ടവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അവന് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ കൊടുക്കാൻ നീ തയ്യാറാവണേ. ദീനിന്റെ സംരംഭങ്ങൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക് നീ മുതൽക്കൂട്ടായി വർത്തിക്കണേ. നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളും വ്യതകളും തീർക്കാൻ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അതിനു വേണ്ടി ചെലവഴിക്കണേ. ഫൽഅമൽ അമലൻ സാലിഹാ, നല്ല സുകൃതം ചെയ്യണം, നല്ല സുകൃതം ചെയ്യണം. അല്ലാഹു അല്ലാത്തവരോട് പങ്കു ചേർത്തുള്ള ആരാധന പാടില്ല. റബ്ബിന് മാത്രം സുജൂദിലായി അർപ്പിച്ച് നിലകൊള്ളണം. ആരാധന മുഴുവനും റബ്ബിനോട്. ആ നിലയിൽ റബ്ബിനെ വഴങ്ങണം, നല്ലതുപോലെ വണങ്ങി ജീവിക്കണം. അതിനൊരു മടിയും നമ്മൾ കാണിക്കാൻ പാടില്ല. നല്ല പ്രവർത്തനം ചെയ്യണം. അതിനെന്ത് വേണം? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രാമാണികമാണോ എന്നുള്ളത് എപ്പോഴും പരിശോധിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ്, ശവ്വാൽ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നു, അത് ഇസ്ലാമികപരമാണോ ആദ്യം അന്വേഷിക്കണം. അതെ, ഇസ്ലാമികപരമാണ് എന്ന് ഉറപ്പിച്ചു, അതിനുശേഷം നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങണം. അങ്ങനെയാണ് നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുള്ളതും. അള്ളാഹു സ്വീകരിക്കട്ടെ. എത്ര പേര് അനുഷ്ഠിച്ചു എന്ന് ചോദിച്ചാല് വശാലാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. മേറാജിന്റെ നോമ്പിന് വഴക്കടിക്കുന്ന കൗമ്, ബറാത്തിന്റെ നോമ്പിന് തെളിവുണ്ടോ, അതിന് തെളിവുണ്ടെന്നും പറഞ്ഞ് വഴക്കടിക്കുന്ന കൗമ്, ശവ്വാലിന്റെ നോമ്പിന് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഏറ്റവും ശക്തിമത്തായ സുന്നത്താൻ. എന്നിട്ട് നമ്മളിൽ പല ആളുകളും അത് വിട്ടുപോകുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മറ്റേതൊക്കെ ഭയങ്കര ചാടി പിടിച്ചിട്ട്, പിടിച്ചില്ല ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി പിടിക്കും നമ്മൾ. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ശവ്വാൽ നോമ്പിന് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത്ര ശക്തിമത്തായ സുന്നത്താണ്. എന്നിട്ട് നമ്മളിൽ എത്ര പേര് അനുഷ്ഠിക്കുന്നുണ്ട്, അനുഷ്ഠിച്ചവരുണ്ട്. അള്ളാഹു അനുഷ്ഠിച്ചവർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. അനുഷ്ഠിച്ചവർക്ക് എത്രയും വേഗം ഈ ശവ്വാലിൽ അത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ പറയും. പിന്നെ ആമീനില്ല. എല്ലാവർക്കും ബിരിയാണി തരട്ടെ എന്ന് പറഞ്ഞു 2 കൈ വേർ. നോമ്പ് പിടിക്കണേ തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞപ്പോ ആമീനില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ നിങ്ങൾ. അതുകൊണ്ട് എന്ത് വേണം? നല്ല അമൽ ചെയ്യണം, സുഹൃതങ്ങൾ ചെയ്യണം. നല്ല ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇബാദത്തെടുക്കണം. നിസ്കാരം മുടക്കരുത്. 5 വഖത്ത് നിസ്കാരം അത് നിർബന്ധമാണ്. സുന്നത്തായ നോമ്പുകളെ ശ്രദ്ധിക്കണം. അറബി മാസം 13, 14, 15, അറബി മാസം 27, 28, 29 അയ്യാമുൽ ബീദും അയ്യാമുൽ സൂദും അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ അത് ശ്രദ്ധിക്കണം. തിങ്കളും വ്യാഴവും കഴിയുമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കണം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യ കാലഘട്ടത്തിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ റബ്ബിലേക്ക് തിരിക്കാൻ സാധിക്കും. ഹറാമായ മേഖലകളിലേക്ക് പോകൂല. നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം. നാവ് കൊണ്ട് ഫന പറയാൻ പോകരുത്, ഫസാദിൽ ഏർപ്പെടരുത്, പലിശയുമായുള്ള ബന്ധപ്പെട്ട ജീവിതം നയിക്കരുത്, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളരുത്, വ്യഭിചാരത്തിലേക്ക് പോകുന്നതാകുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കണം. അശ്ലീലമാകുന്ന കാഴ്ചകൾ നമ്മൾ ഒഴിവാക്കണം. നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടോ അവർക്ക് അള്ളാഹുവിനെ നാളെ കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെയാണ് കാണേണ്ടത് സഹോദരങ്ങളെ. ഔലിയാക്കൾ ആരും സ്വർഗം ആഗ്രഹിച്ചവരല്ല. ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദിനിൻ. അവരുടെ ഉദ്ദേശം എന്തല്ല? സ്വർഗം കിട്ടലല്ല. സ്വർഗം അവർക്ക് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. അല്ലെ? പടച്ച റബ്ബ് പടച്ചതാണ്. നമ്മളോ റബ്ബിന്റെ സൃഷ്ടികളാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുന്നതിൽ വല്ല അതിശയോക്തിയുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളത് ചിന്തിക്കുന്നില്ല. കാരണം നമുക്കിടയിൽ തന്നെ എത്രയോ സൗന്ദര്യമുള്ള പുരുഷന്മാർ ഇവിടെയുണ്ട്. സൗന്ദര്യ റാണികൾ ഈ മറക്കപ്പുറത്തുണ്ട്. സുന്ദരിമാര്
തരുണിമണികൾ അല്ലേ, നല്ല സൗന്ദര്യമുള്ള വസ്തുക്കൾ ഈ ഭൂമിയിൽ നമ്മുടെ കർണാനന്തരമാകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ തന്നെ. ചിലർക്ക് മക്കയിലെത്തിയാൽ അല്ലെങ്കിൽ മദീനത്തെത്തിയാൽ അവിടുത്തെ തൂണ് കണ്ടാൽ മതി, അല്ല പിന്നെ നാട്ടിലോട്ട് വരണ്ട, അതിലിങ്ങനെ തടയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കരയിലുള്ള ഉമ്മ, പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോന്ന് കാണാത്തത് കാണാൻ. അവരുടെ കണ്ണിൽ ഇന്ന് വരെ കാണാത്ത പല സംഭവങ്ങളും കണ്ടു കഴിയുമ്പോൾ പിന്നെ അല്ല. ചിലർക്ക് ലുലുമാളി കയറിയ പിന്നെ ഇറങ്ങണ്ട, രാവിലെ മുതൽ വൈകിട്ട് അവിടെ വരെ ഏത്തിക്കാഫ് ജൽസ ഇതിനകത്താണ്, പിന്നെ പുറത്തോട്ടില്ല, കാരണം കാണാത്തത് കണ്ട് അള്ളാഹത്ത്. ഇതാണ് അവസ്ഥ അല്ലേ. എന്നാ ഈ ദുനിയാവിലുള്ളതാകുന്ന സകല വസ്തുക്കളും ഇവിടെയുള്ള പാർക്കും മാളും ഒക്കെ കണ്ട് ഞെട്ടിത്തിരിച്ചിരിക്കുന്നവരെ ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതാണ്, മനസ്സിലാക്കണം. അള്ളാഹു നിർമ്മിച്ചതാകുന്ന സ്വർഗവും പടച്ചറബ് നിർമ്മിച്ച അവന്റെ സൃഷ്ടിയാണ്. ഇതൊന്നുമല്ല കാണാൻ ആഗ്രഹിക്കേണ്ടത്. ഏതാ കാണാൻ ആഗ്രഹിക്കേണ്ടത്? അള്ളാഹു ഇതിനെല്ലാം പടച്ചതാകുന്ന റബ്ബ് എത്ര വലിയ സുന്ദരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റബ്ബിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഔലിയാക്കളും മഹാന്മാരും ഒക്കെ സച്ചരിതരാകുന്ന ആളുകളൊക്കെ ഇബാദത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അവരെന്ത് ചെയ്യട്ടെ? നല്ല നല്ല അമലുകൾ ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആൻ. റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ പണിയെടുക്കട്ടെ. മോശമാകുന്ന തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോകരുതേ, കാത് കൊണ്ടുപോകരുതേ, കൈകാലുകളെ കൊണ്ടുപോകരുതേ. ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ശ്രദ്ധിക്കണം. ചരിത്രത്തിൽ കാണാം, മിസ്കി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു, സാലിഹായ മനുഷ്യൻ. മിസ്കി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. മിസ്കി എന്ന് അദ്ദേഹത്തെ അറിയപ്പെട്ടു. കസ്തൂരിയാണ് മിസ്ക് എന്ന് പറഞ്ഞത്. മിസ്ക് അറിയില്ലേ? മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരി. മിസ്കി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക. കാരണം എപ്പോഴും ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശും, കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശും. എന്താണ് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പേര് വെക്കാൻ കാരണം, ആളുകൾ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താ? അപ്പൊ അദ്ദേഹം കഥ പറഞ്ഞു കൊടുത്തു. എന്റെ വാപ്പ വലിയൊരു കച്ചവടക്കാരനാണ്, തുണിക്കച്ചവടക്കാരനാണ്. ഞാനാണ് ഒരു നാണമുള്ളതാകുന്ന നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ്. നാണം കൂടുതലാണ്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, സൗന്ദര്യം നല്ലതുപോലെ കൂടിയിട്ടുള്ളതാകുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ എപ്പോഴും മടിയാണ്. ഞാനിങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സൗന്ദര്യം വല്ലാതെ കൂടുതലുള്ള വ്യക്തിയാണ്. അങ്ങനെ ഗ്ലാമർ കൂടിയതാകുന്ന എന്നെ വാപ്പ കച്ചവടത്തിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി, സുബ്ഹാനല്ലാഹ്, കച്ചവടം നല്ലതുപോലെ പൊടിപൊടിക്കുക. അങ്ങനെയാണല്ലോ ഇപ്പൊ ഈ കടകളിൽ കണ്ടിട്ടില്ലേ, സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തും, സെയിൽസ് ഗേൾ ആയിട്ട് കൂടുതലായി. അതിൽ നല്ല കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ പിന്നെ അവിടെ കടയിൽ നിന്ന് പിന്നെ ചെക്കന്മാർ ഇറങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ബനിയം വാങ്ങുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷർട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിലും കടയിൽ നിന്ന് സാധനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ടും ഇത്തായെങ്കിലും കാണാമല്ലോ, അതിനിങ്ങനെ പിന്നെയും വരിക. തൈക്കളവികളോടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് താല്പര്യം, 40 കഴിഞ്ഞ കളവികൾ. അപ്പൊ അങ്ങനെയാണ് നോട്ടം. ഈ ചെറുപ്പക്കാരനാകുന്ന ഈ മനുഷ്യൻ നല്ല സുന്ദരനാണ്. അവനെ കാണാൻ വേണ്ടി നാട്ടിലുള്ളതാകുന്ന ഒരുപാട് ആളുകൾ വരും, സഹോദരിമാരടക്കം വരും. നല്ല സൗന്ദര്യമുള്ള ചെക്കനാണ്. അവസാനം ചരിത്രത്തിൽ കാണാം, ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് നാട്ടിലെ ഏറ്റവും വലിയ കുടുംബത്തിൽപ്പെട്ട നല്ല തറവാട്ടിൽപ്പെട്ട പെണ്ണാണ്. ഇദ്ദേഹത്തെ കണ്ടു, ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, മനസ്സുകൊണ്ട് വല്ലാതെ പ്രിയം വെച്ചു. അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം ഈ പെണ്ണിന് മനസ്സിൽ വല്ലാതെ കുമിഞ്ഞുകൂടി. അതുകൊണ്ട് തന്നെ കുറച്ച് തുണിത്തരങ്ങൾ സെലക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ സാധനമെല്ലാം കൂടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം, ഇത് ഈ ചക്കം കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പൈസ അവിടെ വെച്ച് തരാം. വീട്ടിലാണ് പൈസ ഉള്ളത്. ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന തറവാടിത്തമുള്ള കുലീനമാകുന്ന തറവാട്ടിൽപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണാണ്. അങ്ങനെ ഈ ചെക്കൻ്റെ സാധനങ്ങൾ എന്ത് ചെയ്തു? കൊടുത്തുവിടുക. നേരെ ഇവൻ പോകുന്നു സാധനങ്ങളായിട്ട്. ഇപ്പൊ ആരും പോകുന്നില്ലെന്തോ. ഇത് കേട്ടോ, ഈ ചരിത്രം പറയുന്നവരോട് ആരും പോക്ക് അവസാനിച്ചു. നീ ഈ ചരിത്രം കഴിഞ്ഞിട്ടേ വീട്ടിലോട്ട് പോകുള്ളൂ ഉസ്താദേ, ഞങ്ങൾ നേരത്തെ പോകില്ല. ഇനിയിപ്പോ ആരും വീട്ടിലോട്ട് പോവില്ല, ഈ ചരിത്രം തീരുന്നിടം വരെ. നല്ല റാഹത്തുള്ള ചരിത്രം. വേഗം പറ ഉസ്താദ്. എന്നാ കേട്ടോ എല്ലാവരും, ഇത് തഫ്സീറുകളുള്ളതാണ്. തഫ്സീറുള്ള ചരിത്രം പറയാൻ, കെട്ടുകഥകളല്ല. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് പറയുന്നു, അദ്ദേഹത്തെയുമായിട്ട് ഈ തുണിക്കെട്ടുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു,
സാധനങ്ങൾ എടുത്തു വെച്ചു. ഈ പെണ്ണ് പറഞ്ഞു അകത്ത് റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അകത്ത് കൊണ്ടുപോയി വെച്ചു. തിരിച്ചു വരുമ്പോഴത്തേക്കും കതക് കുത്തിയിട്ടിട്ടുണ്ട്. വലിയ കൊട്ടാരമാണ്. ധാരാളം തോഴിമാരുണ്ട്, സേവകന്മാരുണ്ട്, പട്ടാള സൈന്യം പോലെയുള്ള നിൽക്കുന്ന ആളുകളുണ്ട്. അതിന് നടുവിൽ ഈ പെണ്ണുമുണ്ട്. ഈ പെണ്ണ് ഉടനെ തന്നെ ഇവനെ കടന്നു പിടിച്ചിട്ട് ഇവനെ മാറോട് ചേർത്ത് പിടിച്ചു. ഉടനെ ഇവൻ പേടിച്ചുകൊണ്ട് പിറകോട്ട് മാറി, ഭയപ്പെട്ടുകൊണ്ട് മാറി. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഈ കുട്ടി പുറകോട്ട് മാറി. ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമൊന്നുമില്ല. പിറകോട്ടങ്ങോട്ട് മാറിയപ്പോ ഈ പെണ്ണ് വീണ്ടും അതിശക്തമായി പിടിക്കാൻ വേണ്ടി തുനിഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, ഇന്നി ഹാഖിബുൻ, എനിക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടുന്നുണ്ട്, പ്രയാസം മുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹാഖിബാണ് ഞാൻ. അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു എന്നാ ശരി. മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു. ഇപ്പം ബാത്റൂമിനുള്ളിൽ കയറി ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ മനുഷ്യൻ വേഗം തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തി. കാഷ്ടിച്ചതിന് ശേഷം ആ കാഷ്ടമെടുത്ത് ശരീരത്തിൽ പുരട്ടി. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വാ താത്ത, വാ 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 വാ, യാ അല്ലാഹ് തആലി, വരാൻ പറഞ്ഞു. വരൂ ആരെങ്കിലും. പിന്നെ വിളിക്കാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് വിളി. കാരണം രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഇല്ല. അപ്പൊ ഇവൻ ഈ പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇവന്റെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ ഈ പെണ്ണിനോട് ആരൊക്കെ വിളിച്ചു പറഞ്ഞതേ ഇന്നഹു മജ്നൂന്, തലയ്ക്ക് വട്ടുള്ള തീമാൻ തോന്നുന്നുണ്ട്. മനസ്സിലായി? ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കൂലല്ലോ. സ്വന്തം മലം എടുത്തിട്ട് ശരീരം മുഴുവൻ ഒന്നായിട്ട് പെരട്ടിയിട്ട് ഇവൻ വന്നിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ നേരെ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നു, കുളിച്ചു, വസ്ത്രം ധരിച്ചു, ഒതു എടുത്തുകൊണ്ട് കിടന്നുറങ്ങുമ്പോ രാത്രിയതാ കടന്നു വരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നുകൊണ്ട് ഒരു സ്പർശനം നടത്തുകയാണ്, കൈകൾ കൊണ്ട് തടവുകയാണ്. മഹാന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്, കെട്ടുകഥയല്ല. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്റെ ശരീരത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്പർശനമുണ്ടായി. അന്നു മുതൽക്ക് എന്റെ ശരീരം ഈ രീതിയിൽ തന്നെ സുഗന്ധം അടിച്ചു വീശുന്നതായി. മസ്കി എന്നുള്ള പേരിലാണ് പിന്നീട് ബഹുമാനപ്പെട്ടവരെ മരണം വരെയും അറിയപ്പെട്ടത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. പടച്ച റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഈ ദുനിയാവിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യണേ. നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സഹോദരിമാരുണ്ടാകും, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും, നീയുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന യുവതി യുവാക്കളുണ്ടാകും. ഒരാളുമായി ചങ്ങാത്തം അനാവശ്യമായി കൂടരുതേ. ഇത് ഹറാമായ തലത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ ഫോൺ വിളികൾ പോലും നിങ്ങൾ ഉപേക്ഷിക്കണേ. എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവാണ്, അദ്ദേഹമാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. രാവിലെ തന്നെ ഇറങ്ങുകയാണ് അദ്ദേഹം പറമ്പിലേക്ക്, പാടത്തേക്ക് ജോലിക്ക് വേണ്ടി. പാവപ്പെട്ടതാകുന്ന മനുഷ്യനാണ്. പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ രോദനം മനസ്സിലാക്കാതെ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടതാകുന്ന മാരന്റെ വ്യസനങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിയാതെ അന്യരാക്കപ്പെട്ട കാമുകന്മാരുമായി രാത്രിയുടെ യാമങ്ങൾ എന്നല്ല പകല് പോലും രഹസ്യവും പരസ്യവുമാകുന്ന വീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന സഹോദരിമാരെ, ആഖിറത്തെ ഒന്ന് ചിന്തിക്കണേ. പടച്ച റബ്ബിന്റെ ലിഖാ നമുക്കൊന്ന് കാണണ്ടേ, അല്ലാഹുവിനെ ഒന്ന് ദർശിക്കണ്ടേ. അതുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ. നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ഭാര്യ ജീവിക്കുന്നത്. നീ പാടത്തേക്ക് പോകുമ്പോഴും പ്രവാസ ലോകത്തേക്ക് പോയി വർഷങ്ങളോളം ജീവിതം നയിക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടി നീ കഷ്ടപ്പെടുമ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ മക്കളെ നോക്കുകയും നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ കൊടുത്തുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീട് പരിപൂർണമായി പരിപാലിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട സഹോദരിമാർ വീടിന്റെ അകത്തളങ്ങളിലുണ്ട്. നിന്നെ മാത്രം ആഗ്രഹം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. അന്യരാകുന്ന പരപുരുഷന്മാർ കിടക്ക വിരിക്കാൻ പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ട്. പല രീതിയിലും ആംഗ്യഭാഷയിലൂടെ അവർ ബസ്സിൽ പോയപ്പോഴും ട്രെയിനിൽ പോയപ്പോഴും പല ചെറുപ്പക്കാരും പല അങ്ങാടി
ദർഗായിൽ നിന്നുകൊണ്ട് കണ്ണും കാതും കാണിച്ചിട്ട് പോലും ഒരാളിലേക്ക് പോലും തിരിയാതെ പരിപൂർണമായി ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിച്ച് എനിക്കെന്റെ പടച്ച റബ്ബ് മതി, എനിക്കെന്റെ പ്രിയപ്പെട്ട മാരം മതി, എനിക്കെന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മതി, അവരുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ എനിക്ക് നോക്കണം, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നോക്കണം, എനിക്കെന്റെ കുടുംബത്തിന്റെ പരിപൂർണമായ ചുമതല ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഏതൊരു സഹോദരിമാരുണ്ടോ അവർക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ ലിഖാ പടച്ച റബ്ബിനെ കാണാനുള്ള സൗഭാഗ്യമാണ്. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ജീവിതത്തിൽ മോശമാകുന്ന ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ നീ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിന്നെ റാഞ്ചിക്കൊണ്ടുപോകാൻ ഒരുപാട് ചെറുപ്പക്കാര് കഴുകന്റെ കണ്ണുമായിട്ട് നിന്റെ ചുറ്റും വട്ടമിട്ട് പറക്കും. പക്ഷേ നിന്റെ മാതാപിതാക്കൾ നിനക്ക് നൽകിയ സ്നേഹം, അവർ നിനക്ക് നൽകിയ പരിലാളനകൾ നീ മറന്നു പോകല്ലേ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി, എന്നെ പഠിപ്പിച്ചു, എനിക്ക് താരാട്ട് പാട്ടി ഉറക്കിയ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ നൊമ്പരങ്ങളും വ്യതകളും ശതകളും തിരിച്ചറിയാതെ, പ്രിയപ്പെട്ട പിതാവിൻ്റെതാകുന്ന ദുഃഖഭാരങ്ങളിലുള്ള ജീവിതം തിരിച്ചറിയാതെ, പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട ഉപ്പ എത്രയെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തിയത് പൊന്നുമോളെ. പാടത്ത് പോയി പണിയെടുത്തിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോ യജമാനന് കൊടുത്തതാകുന്ന ചെറിയ തുക അതുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ എത്രയെത്ര കടകളുണ്ട്. അതിശക്തമാകുന്ന ചൂട് മൂലം ദാഹിച്ച് പരവശരാകുന്ന ആളുകൾ കടയിൽ കയറി ജ്യൂസ് കുടിക്കുന്ന സമയം, നല്ലതാകുന്ന പാനീയങ്ങൾ കുടിക്കുന്ന സമയം നിന്റെ പിതാവ് കടയിൽ കയറുന്നില്ല. കാരണം ഒരു 20 രൂപയുടെ നിറഞ്ഞാവെള്ളം ഞാൻ കുടിക്കാതെ നിലകൊണ്ടാൽ ആ 20 രൂപ എന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഉപകരിക്കുമോ എന്ന് കരുതി മനസ്സിലാക്കി അതുകൂടി സൂക്ഷിച്ചുകൊണ്ട് പട്ടിണി കടന്നുകൊണ്ട് വീട്ടിലേക്ക് ആ പൈസ കൂടി എത്തിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ നൊമ്പരം കാണാതെ പോകല്ലേ പെണ്ണുമോളെ. അവരുടെ വിഷമങ്ങളും സ്വതകളും തിരിച്ചറിയാതെ പോകരുതേ. വാപ്പയെ മനസ്സിലാക്കാതെ, ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയാതെ അവസാനം കാമുകനുമായിട്ട് വളർന്നു വരുകയാണ്. ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ഇരുന്നു കൊണ്ട് കോടതി മുറിയിലേക്ക് കടന്നു വരുന്ന പൊന്നുമോള് പ്രതിക്കൂട്ടിയിൽ വാപ്പയും ഉമ്മയും നിർത്തിയിട്ട് എനിക്ക് ഒരു സ്നേഹം നൽകിയില്ല എന്ന് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗത്തേക്ക് എടക്കരയുടെ മണ്ണ് പോലും മാറിയില്ലേ. അത്തരത്തിലുള്ളതാകുന്ന സഹോദരിമാര് പോലും രംഗപ്രവേശനം ചെയ്തില്ലേ. നഊദു ബില്ലാഹ്. സ്വന്തം വാപ്പ നൽകിയ സ്നേഹം തിരിച്ചറിയാതെ, സ്വന്തം ഉമ്മ നൽകിയ സ്നേഹം തിരിച്ചറിയാതെ, ഈ സമൂഹം നൽകിയ കരുതൽ തിരിച്ചറിയാതെ മോശപ്പെട്ട ചുറ്റുപാടിലേക്ക് പോകുന്നതാകുന്ന മുസ്ലിം സഹോദരിമാരെ, ചെറുപ്പക്കാരെ, ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, ഒരു സാലിഹായ മനുഷ്യനായി നമുക്ക് മാറണ്ടേ. ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റുകളും പടച്ച റബ്ബിലേക്ക് ഏറ്റു പറയാനുള്ള സമയമാണ്, സന്ദർഭമാണ്. നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണോ, പടച്ച റബ്ബിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കണോ, സാലിഹായ മനുഷ്യനായി നിനക്ക് മാറണോ. ഫൽഅമൽ അമലൻ സാലിഹാ. നിന്റെ മാതാപിതാക്കളെ കൈപിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കണേ. വാപ്പാ ഉമ്മ തെറ്റുപറ്റിപ്പോയി, അന്യരാകുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകിപ്പോയി, അന്യ പെണ്ണുമായി ഞാൻ മോശപ്പെട്ട രീതിയിൽ ബന്ധപ്പെട്ടു പോയി, എനിക്ക് പൊരുത്തു തരണമെന്ന് മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കുകയും നാഥനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി ശിഷ്ടകാല ജീവിതത്തിൽ നിലകൊള്ളണേ. എങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമതായി നല്ല അമല് വേണം, നല്ല അമല് വേണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അതിനെല്ലാം ഉൾപ്പെട്ടു. നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സുഹൃത്തുക്കളെല്ലാം പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2, ശരിക്കു ദുആ ചെയ്യണം എപ്പോഴും. എന്ത്? അള്ളാഹു എന്നെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് എപ്പോഴും ദുആ ഇരക്കണം. കാരണം ഏതു സമയത്തും അള്ളാഹു ഈമാൻ തെറ്റിക്കാം. അങ്ങനത്തെ ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏത് സമയത്തും ഈമാൻ ഊരപ്പെടാം. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാകുന്ന ഒരു സമുന്നത കലാലയത്തിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് യുക്തിവാദത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാലഘട്ടം നമ്മൾ കാണുകയാണ്. 24 വയസ്സേ ഉള്ളൂ. ബിരുദം കൊടുത്തിട്ടില്ല ആ സ്ഥാപനത്തിൽ നിന്ന്. പക്ഷെ ഞാൻ ബിരുദം കരഗതമാക്കി എന്ന അർത്ഥത്തിൽ അവൻ വാറോലകൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നാകെ പ്രചരിപ്പിക്കുന്നു.
അവൻ പഠിച്ച കലാലയത്തിൽ നിന്ന് ആർമിയിലേക്ക് ചേരാനുള്ളതാകുന്ന അനുവാദം നൽകിയിട്ടില്ല പോലും. ആർമിയിൽ നിങ്ങൾ ചേരരുത്, ഇന്ത്യയുടെ സൈന്യത്തിൽ നിങ്ങൾ ചേരരുത് എന്ന് പറഞ്ഞു പോലും നഊദു ബില്ലാഹ് അങ്ങനെ ഒരു സ്ഥാപനത്തിലും ഒരു സമൂഹത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നേയില്ല. മുസ്ലിം കലാലയങ്ങളൊക്കെ സുവ്യക്തമാണ്. ഇന്ന് CCTV ക്യാമറകളുണ്ട്. പഴയതുപോലല്ല, എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ളതാകുന്ന കലാലയങ്ങളാണിന്ന്. പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളത് സുവ്യക്തമാണ്, ആർക്കും പരിശോധിക്കാം. നമ്മുടെ മദ്രസകൾ എടുത്ത് പരിശോധിക്കാം. എവിടെയാണ് നമ്മൾ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനം ഏത് കലാലയത്തിൽ നിന്നാണ് ആഹ്വാനം ചെയ്യുന്നത്? എവിടെയുമില്ല. ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അത്രയും നല്ലതല്ലേ? അവൻ പറയുന്നത് ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ മറ്റുള്ള പാകിസ്ഥാനിലുമാകുന്ന പട്ടാളക്കാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അവർ തീവ്രവാദികളും ഭീകരവാദികളും ആണെങ്കിലും അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ലേ, അവരോട് യുദ്ധം ചെയ്യുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ലല്ലോ എന്നുള്ള മോശപ്പെട്ട വർത്തമാനം ചില യുക്തിവാദത്തിൻ്റെതാകുന്ന മതഭ്രാന്ത് പിടിച്ച ആളുകൾ, മതാന്ധത ബാധിച്ചതാകുന്ന ചില ആളുകൾ കുത്തിവെച്ചിട്ടുള്ള ചില വർത്തമാനമാണത്. ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ആരോ കൊടുത്തതാണ്. ഒരു കലാലയത്തിലും അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല, ഒരാളും അങ്ങനെ പറയുന്നുമില്ല. ഞാൻ പറയുന്നത് 8-10 വർഷമൊക്കെ ഒരു കലാലയത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി പോലും പിഴച്ചു പോകുന്ന കാലഘട്ടമാണിത്. യുക്തിവാദത്തിലേക്ക് പോകുന്നു. ഏതെങ്കിലും ബിദ്അത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് പോകല്ല, യുക്തിവാദത്തിലേക്ക് പോവാൻ, മതനിരാസത്തിലേക്ക് പോവാൻ. മതമില്ല, മതത്തിന്റെ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ അല്ലാഹ് എന്ന് പറയുമ്പോൾ അറപ്പും അവന് വെറുപ്പും ഉണ്ടാകുന്ന കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ലോകം. നഊദു ബില്ലാഹ്. അല്ലാഹ് ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ, മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അവരൊക്കെ പെണ്ണുപിടിയന്മാരാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിൽ ജീവിച്ചിരുന്ന, പാരമ്പര്യം കൊണ്ട് ഇസ്ലാം മതത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പോകുന്ന ഒരു കാലഘട്ടം. ഇതൊന്നും വലിയ അതിശയോക്തിയുള്ള കാര്യമല്ല. കാരണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നേരം വെളുക്കുമ്പോൾ മുഅ്മിനാകും, വൈകിട്ട് കാഫിറാകുന്ന ലോകം വരും. ഹബീബ് റസൂലുള്ളാഹി യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ. ഹബീബ് റസൂലുള്ളാഹി. പ്രഭാതത്തിൽ മുഅ്മിൻ, പ്രദോഷത്തിൽ കാഫിർ, അവിശ്വാസിയാകുന്ന ഘട്ടം വരും. ഹബീബ് റസൂലുള്ളാഹി. പ്രഭാതത്തിൽ അവിശ്വാസി, പ്രഭാത സമയമാകുമ്പോ, പ്രദോഷ സമയമാകുമ്പോ അവൻ വിശ്വാസി. അങ്ങനെ ഒരു അവസ്ഥയും വരും. അങ്ങനെയും ഉണ്ടാവാം. ഏതു സമയത്താണ് ഈമാൻ തെറ്റിപ്പോകുക, ഏതു സമയത്താണ് ഈമാൻ ഇട്ടുതരിക, റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഹിദായത്ത് അണഞ്ഞു പോകാതിരിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമേ സദാസമയം ദുആ ചെയ്യണം. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ പിഴപ്പിക്കല്ല അല്ലാ. മോശപ്പെട്ട ആശയ ആദർശങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ലാ. സത്യവിശ്വാസി സദാസമയം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ്. കാരണം ഇന്ന് സമൂഹം യുക്തിവാദത്തിലേക്ക് ഉന്നുന്നതാകുന്ന കാലഘട്ടമാണ്. ആദരവായ പ്രവാചകർ എപ്പോഴും ദുആ ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വഫീ തഅതിക വഫീ ഈമാനിക യാ അല്ലാഹ്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിച്ചു കളയുന്നവനായ അല്ലാഹ്. ഏത് സെക്കൻഡിലും ഹൃദയത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഈമാനികമാകുന്ന പ്രഭയെ അണച്ചു കളയാൻ പടച്ച റബ്ബിന് സാധിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന നാഥാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഈമാനിന്റെ അടിത്തട്ടിൽ പരിപൂർണമായി ഉറപ്പിച്ചു തരണേ അല്ലാഹ്. സത്യവിശ്വാസി ദുആ ചെയ്യണേ ഇതെന്ന് ഹബീബ് റസൂലുള്ളാഹി നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ സുഹൃതങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ സുഹൃതങ്ങൾക്ക് നാന്ദി കുറിക്കുന്നതാകുന്ന ഹിദായത്തിനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും ചോദിച്ചു. ദിവസം 5 വഖത്ത് നിസ്കാരം എത്ര റക്അത്തുണ്ട്? 17 റക്അത്തുണ്ട്. 5 വഖത്ത് നിസ്കാരം, ഫർളായ നിസ്കാരം. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, 17 റക്അത്താണ്. എല്ലാ റക്അത്തുകളിലും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ് എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. കാരണം പിഴച്ചുപോയാ പോയി എല്ലാം നഷ്ടപ്പെട്ടു, ഒരു അമലും സ്വീകാര്യമാവൂല.
അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ. സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതായ പടച്ച റബ്ബേ നീയാണ് എനിക്ക് സഹായി ഈ ദുനിയാവിലും ആഖിറത്തിലും. അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ മാത്രമാണ് എനിക്കുള്ള സഹായി. അല്ലാഹ് പ്രവാചകനാകുന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പഠിക്കണേ ഇടക്കരയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കണേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യു ഖിസ്സത്തിൻ അജബു ഖസസിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ ഖിസ്സത്ത് യൂസുഫ, അത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിതങ്ങൾ മുഴുവനും സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പറഞ്ഞിട്ട് അവസാനമായി ബഹുമാനപ്പെട്ടവരുടെ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാർത്ഥന ഇത് മാത്രമാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ നീ മാത്രമാണ് എനിക്കുള്ള സഹായി. എനിക്കൊരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി, എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി. എല്ലാം മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി, എന്നെ മുഅ്മിനായി, യഥാർത്ഥ സത്യവിശ്വാസിയായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. ആരാണ് ചോദിക്കുന്നത്? മുസ്ലിമേ, മുസ്ലിമത്തെ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മതനിരാസത്തിന്റെ വക്താക്കൾ കുമിഞ്ഞു കൂടുന്ന കാലഘട്ടം, എക്സ് മുസ്ലിമാണ് എന്ന് വിളിച്ചു പറയുന്ന കാലഘട്ടം, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചക പുങ്കവൻ പോലും പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. കാരണം മുസ്ലിമായി മരണം വരെ നിലനിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. വലാഖിബതു ലിൽ മുത്തഖീൻ, യഥാർത്ഥമാകുന്ന അന്ത്യം സച്ചരിതരാകുന്ന ആളുകൾക്കാണ്, ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നതാകുന്ന ആളുകൾക്കാണ്. ഇവിടെ ചാനലുകൾ വന്നിരുന്നുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് 24, 50, 60, 70 വയസ്സുള്ളവർ ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു, ഞാൻ ഇതാ ദീൻ വിട്ടുകൊണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നവരെ, പണ്ട് രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്നതായ ആളുകൾ ഞാൻ എക്സ് MLA ആയിരുന്നു എന്ന് പറയുന്നത് പോലെ പരിശുദ്ധമായ ദീനിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ദീനിലില്ല എന്ന് പറയുന്നതായ ആളുകളെ, ഈ ദീനിൽ ഒരാളെയും അടിച്ചമർത്തലില്ല. ഇവിടെ ഒരാളും കൂടി നിൽക്കേണ്ടതില്ല. ആവശ്യമുള്ളവർക്ക് കൂടാം, ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാകാം. ഈ വിശുദ്ധമായ ദീന് വിശാലമാണ്, വിശാലമായ കാഴ്ചപ്പാടിന്റെ മതമാണ്. ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽകുഫർ. വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഹദീസുകളും വിശാലമായ കാഴ്ചപ്പാടാണ്. അതിൽ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ആവശ്യമില്ലാത്തവർക്ക് പുറത്തു പോകാം. ഈ ലോകത്തുള്ള സർവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്
നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടില്ല. മറിച്ച് പടച്ചറബ് പറഞ്ഞത് എന്താണ്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. കത്തിജ്വലിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് മനുഷ്യജിന്ന് വർഗത്തിൽ നിന്ന് നാം നിറയ്ക്കുക തന്നെ ചെയ്യും കേട്ടോ. നരകത്തെ നാം നിറയ്ക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. ജിന്ന് വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്ന് അല്ലാഹു പറയുകയാണ്. സ്വർഗം നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മതനിരാസത്തിന്റെ വക്താക്കൾ, കുഫ്രിയത്തിന്റെ വക്താക്കൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അവിശ്വാസത്തിന്റെ നിറം ചാർത്തിയിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിമുകളാകുന്ന ആളുകൾ ഈ ലോകത്ത് എന്നെന്നും ഉണ്ടാവണം. ഉറപ്പ് തന്നെയാണ്. എന്തുകൊണ്ട്? നരകം അവരെ കൊണ്ട് നിറയ്ക്കുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. മുസ്ലിമേ, മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, സഹോദരാ സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മഹനീയമായ പ്രാർത്ഥനയാണ്. സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗം പറഞ്ഞ പ്രാർത്ഥനയാണ്. തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. യൂസുഫ് നബി അലൈഹിസ്സലാം അവസാന നാളുകളിലും ദുആ ചെയ്യുന്നത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ഒരു പ്രവാചകനാണ് ദുആ ചെയ്യുന്നതെന്ന് ഓർക്കണേ. പ്രവാചകനാണ്, എന്നിട്ട് പോലും ദുആ ചെയ്യുന്നത് ഈമാൻ തെറ്റിപ്പോകാതെ എന്നെ നീ കാക്കണേ അല്ലാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. കാരണം മുസ്ലിമായി മരിക്കുക, സാലിഹായി മരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയം തന്നെയാണ്. എല്ലാവർക്കും സാധിക്കുന്നതല്ല. ഈമാനിൽ നിന്ന് പുറത്തു പോകാം, അതാർക്കും പുറത്തു പോകാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മോമിനായി ജീവിച്ച് മോമിനായി തന്നെ മരിക്കുക വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ആര് ദുആ ചെയ്യുന്നത് ഇങ്ങനെ? യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുസ്ലിമാക്കി മരിപ്പിക്കുക മാത്രമല്ല ദുആ ചെയ്തത്. എന്ത് ദുആ ചെയ്തു? വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാണ് നമ്മുടെ വിഷയം. സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ, എന്നെ സാലിഹാക്കിത്ത അല്ലാ. ആര് ദുആ ചെയ്തു? സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അതാണ് സാലിഹാകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല നീ പറഞ്ഞത്. നമ്മളിങ്ങനെ കേൾക്കുമ്പോ സാലിഹ്, നമ്മളൊക്കെ സാലിഹാണ്, എന്റെ മോനെ സാലിഹാക്കിത്ത ഉസ്താദെ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. ഒരു മുത്തഅല്ലിമിനെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി വിടുമ്പോ, ഉസ്താദെ ഈ മകനെ സാലിഹായ ഒരു മുത്തഅല്ലിമായി, എനിക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മുത്തഅല്ലിമായി, മരിച്ചു കഴിയുമ്പോ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനായി ഇവനെ നീ എത്തിക്കണം. അതിനുവേണ്ടി ഉസ്താദിന്റെ അടുക്കൽ ഞാൻ വിടുകയാണ്. അങ്ങനെയല്ലേ പറയല്? അങ്ങനെയാണ് നമ്മൾ മക്കളെ വിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരും ദുആ ചെയ്തതും ഇതേ ദുആ തന്നെയാണ്. ഖുർആനാണ് ഇതൊക്കെ, വേറൊന്നുമില്ല. വേറൊന്നുമില്ല, ഖുർആനാണ്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈ وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അല്ലാഹുവേ, പടച്ചറപ്പേ, നിന്റെ സച്ചരിതനാകുന്ന അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ആരാണ് ദുആ ചെയ്തത്? ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന ചരിത്രത്തിൽ സോളമൻ എന്ന് അടയാളപ്പെടുത്തിയ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ലൂത്ത് നബിയെ കുറിച്ച് നബിയെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ, നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ എന്നെ കുറിച്ചും അല്ലാഹുവേ, എന്നെയും ഒന്ന് സാലിഹീങ്ങളിൽ ഒന്ന് ചേർത്തി തരണേ അല്ലാ. വഅദ്ഖിൽനീ ഫീ ഇബാദിക അസ്സാലിഹീൻ, നിന്നെ സച്ചരിതരാകുന്ന അടിമകളിൽ എന്നെ നീ ചേർക്കണേ അല്ലാ, എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. ആര് ദുആ ചെയ്തു? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖുർആനാണ്, മനസ്സിലാക്കണം നമ്മൾ.
അപ്പൊ ദുആ ചെയ്യണം. ദുആ ചെയ്താലേ കിട്ടുള്ളൂ. സാലിഹാക എന്ന് പറഞ്ഞ പണി എങ്ങനെയാണ്? മക്കൾക്ക് വേണ്ടി ദുആ രക്കുമ്പോ എങ്ങനെ ദുആ രക്കണം? എങ്ങനെ ദുആ രക്കണം? കുട്ടിയത്താ അല്ലാഹ്, കുട്ടിയത്താ അല്ലാഹ്, അങ്ങനെയാണ് ദുആ രക്കണം. സാലിഹായ കുട്ടിയത്താ അല്ലാഹ്, അങ്ങനെ ദുആ രക്കണം. അങ്ങനെയാണ് പഠിപ്പിച്ചത് ഖുർആൻ. നമ്മൾ ഖുർആനും കൊണ്ട് ജീവിക്കൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആനിൽ നിന്ന് പുറകോട്ട് പോകാതെ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. വയസ്സ് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 110 120 ദുആ നിർത്തുന്നില്ല. ഒരേ ഒരു ദുആ മാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചറബിനോട് ചോദിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹായ പൊന്നുമോനെ താ അല്ലാഹ്, സാലിഹായ കുട്ടിയെ താ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് 3-4 വർഷമാകുമ്പോ ആശ മുറിഞ്ഞ് ജീവിക്കുന്ന ഇടക്കരയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന നവദമ്പതിമാരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. 120 വയസ്സായിട്ടും ആശ മുറിയാതെ നിരാശ വരാതെ പടച്ച റബ്ബിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്, എനിക്ക് മക്കളെ തരുന്നുണ്ടെങ്കിൽ അത് സാലിഹായ പൊന്നുമോനെ താ അല്ലാഹ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എന്റെ ഭാര്യയ്ക്ക് 98 വയസ്സായി, എനിക്ക് 120 വയസ്സായി, പക്ഷെ ആശ മുറിയുന്നില്ല. നീ തരും, എനിക്ക് ഉറപ്പാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നാശമുറിയാതെ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട് നിലകൊള്ളണേ. 4-5 വർഷമായി, 10 കൊല്ലമായി, 20 കൊല്ലമായി വ്യസനിക്കേണ്ട പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. പടച്ച റബ്ബ് നൽകും, ഉറപ്പാണ്. 120ാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ള തഖ്വയുള്ള സാലിഹായ ഇസ്മായിൽ എന്ന പൊന്നുമോനെ അല്ലാഹു നൽകുകയാണ്. ഈ പൊന്നുമോൻ ആരാണ്? വഇസ്മാഈല വഇദ്രീസ വദൽ കിഫ്ൽ കുല്ലും മിനസ് സാബിരീൻ വഅദ്ഖൽനാഹും ഫീ റഹ്മതിനാ وأدخلناهم في رحمتنا إنهم من الصالحين. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും ദൽകിഫിൽ അലൈഹിസ്സലാം അടക്കം ഇവരെല്ലാവരും ക്ഷമാശീലന്മാരും, ഇവരെല്ലാവരും നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചവരും, അവരെല്ലാവരും സാലിഹീങ്ങളിൽ പെട്ടവരുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ പൊന്നുമോനിന് വേണ്ടി കാത്തിരുന്ന് ഉമ്മയും ഉപ്പയും നിറകണ്ണുകളോടെ പടച്ചറബിനോട് ചോദിച്ചപ്പോ 120ാമത്തെ വയസ്സിലാണ് പടച്ചറബ് കൊടുത്തത്. ആർക്കാണ്? പ്രവാചകനാണ്. കൈ ഉയർത്തിയാൽ ഉത്തരം പടച്ചറബ് നൽകുന്ന വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും അല്ലാഹു മക്കളെ കൊടുക്കുന്നതിൽ പിന്തിച്ചു. കാരണം ഹൈറുണ്ട്. ലോകത്ത് വരാനിരിക്കുന്ന മുത്തുനബിയുടെ ഉമ്മത്തടക്കമുള്ള സമുദായത്തിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരെ, നേർച്ചകളും വഴിപാടുകളുമായി നിലകൊള്ളുന്നവരെ, മോശപ്പെട്ട തലത്തിലേക്ക് പോകാൻ വേണ്ടി തുനിയുന്നവരെ, അന്യരാക്കപ്പെട്ട ആളുകളിലേക്ക് പോയി കൂടോത്രം നടത്തിക്കൊണ്ട് നിലകൊള്ളാൻ തയ്യാറാവുന്നവരെ, പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാര് മക്കളില്ലാതെ വരുമ്പോ കള്ള ചിന്നപ്പമാരുടെ സവിധത്തിൽ പോയി ആത്മീയമാകുന്ന ചൂഷണത്തിന് വിധേയരാകുന്നവരെ, കയ്യിൽ 5-10 മോതിരം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പച്ച ഷാള് ധരിച്ചതാകുന്ന ആളുകളെ കാണുമ്പോൾ ഇവരേറ്റവും വലിയ സൂഫിയാണെന്ന് മനസ്സിലാക്കി അവരുടെ കാൽക്കീഴിൽ വീണുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തുന്നവരെ, ആത്മീയ ചൂഷണത്തിന്റെ വക്താക്കൾക്ക് അടിയറവ് വെക്കുന്നതാകുന്ന ഉമ്മമാരെ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. നമുക്കിവിടെ സമുന്നതരായ ആലിമീങ്ങളുണ്ട്, സമസ്തയുടെ പണ്ഡിത നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്. അവരെ കണ്ടുകൊണ്ട്, സാദാത്യങ്ങളെ കണ്ടുകൊണ്ട് എന്തേ നമുക്ക് ദുആ ചെയ്യിപ്പിച്ചുകൂടാ? എന്തേ നമുക്ക് പടച്ച റബ്ബിനോടൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടാ? അല്ലാഹുവേ, പടച്ച റബ്ബേ, സാലിഹായ
മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ആരെങ്കിലും ദുആ ഇരുന്നിട്ടുണ്ടോ? അങ്ങനെ സാലിഹായ ഒരു കുട്ടിക്ക് വേണ്ടി എത്ര പേര് ദുആ ചെയ്തിട്ടുണ്ട്? ആരും കയ്യുയർത്തണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യണം. നമ്മൾ ദുആ രക്കുമ്പോ അങ്ങനെ ദുആ രക്കലുണ്ട്. അല്ലാഹു സാലിഹായ ഒരു കുട്ടിയെ താ അല്ലാ. ഭാര്യ ഗർഭിണിയാകുന്നു, ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യമാര് ദുആ രക്കലുണ്ടോ? ഉമ്മ ദുആ രക്കലുണ്ടോ? എവിടെ? നല്ല സീരിയൽ കണ്ടുകൊണ്ട് റാഹത്തായിട്ട്, കുടുംബ വിളക്കം കണ്ടുകൊണ്ട് റാഹത്തായിട്ട് വിളക്കം കത്തിച്ചിരിക്കുക. അല്ലാഹു ആക്കട്ടെ. ഉള്ള സീരിയലെല്ലാം തസ്ബീമാല മറിക്കുന്നത് പോലെ റമദാന് തസ്ബീ, റമദാൻ കഴിയുമ്പോൾ ഓരോ തസ്ബീക്ക് ഓരോ സീരിയൽ മറിച്ച് വിട്ടോണ്ട് എന്നിട്ട് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ കഥ പറയാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ആ കഥയും പൂർത്തീകരിക്കും. ഇന്നിപ്പോ വാതു വന്നതിന്റെ വിഷമത്തിലാണ്. നാളെ പോയിട്ട് ഇത് ഫുള്ള് കഥ വീട്ടണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ അവസ്ഥ, സമൂഹത്തിന്റെ അവസ്ഥ അതല്ലേ? ഒരു കുട്ടി സാലിഹാകണമെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം. ഉമ്മ ശരിക്ക് ഖുർആൻ ഓതണം, നല്ലതുപോലെ ഖുർആൻ ഓതണം, ഖുർആൻ നല്ലതുപോലെ കേൾക്കണം. മക്കള് സാലിയാവും, നമ്പർ 1 കുട്ടിയായി മാറും, നാട്ടിലെ ഏറ്റവും നല്ല ആലിമായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കേൾക്കുന്നേതാ? ഊവണ്ടമാവ ഇത് കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയ ഹലാക്ക് നശിച്ച് ഇതാ ഉമ്മ കേട്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് ഉമ്മ കിടന്ന് തുള്ള റാഹത്തായി ഉമ്മയുടെ വക ഒരു ടിക്ടോക്ക് കളി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെങ്ങനെ റെഡിയാവും? പിന്നെങ്ങനെ മക്കള് സാലിഹാകും? നിങ്ങൾ പറയും, ഖുർആൻ കേൾക്കുന്ന ഉമ്മമാരുണ്ടോ? ദിക്റ് ചെല്ലുന്ന ഉമ്മമാരുണ്ടോ? ഗർഭസ്ഥ സമയത്ത് 9 മാസവും 10 ദിവസവും നിങ്ങൾക്ക് റാഹത്തായ നിലയിൽ ഖുർആൻ ഖത്മ പൂർത്തീകരിച്ചുകൂടായിരുന്നോ? എത്ര പേര് അത് ശ്രദ്ധിക്കുന്നവരുണ്ട്? എത്ര പേര് ഓതുന്നവരുണ്ട്? നിങ്ങൾ തന്നെ പറയും, എത്ര ഖത്മ പൂർത്തീകരിച്ചു? എത്ര ദിക്ർ നിങ്ങൾ ചൊല്ലി തീർത്തു? മക്കളെ സാലിഹാകണമെന്ന നിയ്യത്തിൽ ഏതൊക്കെ സൂറത്ത് നിങ്ങൾ ഓതി? ഒന്നും ഓതിയില്ല. മക്കൾ നല്ല വെളുത്ത് തുടുത്ത് അനിയന്റെ കൊച്ചിനേക്കാൾ നല്ല നിറം വരണം, അതിന് കുങ്കുമപ്പ് പാലിനകത്ത് കലക്കി കുടിച്ച് അവചാരിച്ച് തിന്നു. ഹലാക്ക്. എളുപ്പം മാത്രമേ ഉള്ളൂ. ഹൽക്കിന് പിടിക്കുന്ന മോനെ കിട്ടിയത്. അല്ലാഹു ആക്കട്ടെ. വലുതായപ്പോ അവൻ ഹൽക്കിന് പിടിച്ചോണ്ടിരിക്കുക, ഉമ്മ ഒന്നും തന്നിട്ടില്ല എന്നും പറഞ്ഞു. സ്വത്തിന് വേണ്ടി ഇടി. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. മക്കളെ പിഴച്ചു പോകൂലേ? തിരുവനന്തപുരത്ത് ഒരു ഉമ്മ, നാദിറ എന്ന പേരുള്ളതാകുന്ന ഒരു ഉമ്മ, കഴിഞ്ഞ കൊല്ലം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെ കഴുത്തിനരിച്ച് കൊന്നുകളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ചോദിച്ചു, എന്തിനാണ് ഇത്ര ക്രൂരമാകുന്ന നടപടി സ്വന്തം മകന്റെ മേൽ നടപ്പിലാക്കിയത്? ഉമ്മ പറഞ്ഞ മറുപടി, ഇന്നലെ കള്ളു കുടിച്ചുകൊണ്ട് വൈകിട്ട് കയറി വന്നിട്ട് എന്നെ കടന്നു പിടിച്ച് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ തയ്യാറായി. ഇനിയും അവൻ തുടർന്നാല് പറ്റൂല, അതുകൊണ്ടാണ് അവനെ കൊന്നുകളഞ്ഞത് എന്ന് നാദിറ എന്ന ഉമ്മ ലോകത്തോട് വെളിപ്പെടുത്തി. കൊച്ചു കേരളത്തിൽ എവിടെയാണ് നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്? മക്കള് സാലിഹാവണ്ടേ? മക്കള് സാലിഹാകണ്ടേ? അല്ലെങ്കിൽ കഴുത്തെ പിടിക്കും, മേത്തുകയറി പിടിക്കും. സ്വന്തം ഉമ്മ ഏത്, മക്കളേത്, സഹോദരനേത്, സഹോദരി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത യുഗത്തിലേക്ക്, ആധുനിക യോഗത്തിലേതാകുന്ന തലമുറയിലെ മക്കൾ മാറിയിരിക്കുന്നു. മനസ്സിലാക്കണം. ഉമ്മ ആരാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല, സഹോദരി ആരാണെന്ന് അറിയുന്നില്ല, കുടുംബത്തിൽപ്പെട്ടവരാരാണെന്ന് അറിയുന്നില്ല. ഈ അടുത്തല്ലേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നടന്ന സംഭവം, 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. 21 വയസ്സുള്ളതാകുന്ന പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന വഴിയിൽ പിടിച്ചു നിർത്തിയ 16-കാരനാകുന്ന കൗമാരക്കാരനാകുന്ന ചെറുപ്പക്കാരൻ അവളെ കടന്നു പിടിച്ചിട്ട് 1.5 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്ത് വാഴത്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരും ചാടി അവളെ കടന്നു പിടിച്ചുകൊണ്ട് ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലകൊണ്ടപ്പോ ആ പെണ്ണ് കുതിര മാറിയിട്ട് തൊട്ടപ്പുറത്തുള്ളതാകുന്ന വീട്ടിൽ പോയി അഭയം പ്രാപിച്ച് അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നാട്ടിലുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് ഒരു 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഇവനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ തന്നെയാണ് എന്ന് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാണ്. അവന്റെ ഐഡന്റിറ്റിയെ ചോദിച്ചു. പരിശോധിക്കുമ്പോ 16 വയസ്സേ ഉള്ളൂ. പൊടിമീശക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരന്യ പെണ്ണിനെ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല, 1.5 മീറ്റർ ഉയരമുള്ള, അവനേക്കാൾ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് കുതിറി മാറാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പെണ്ണിനെ പിടിച്ചു നിർത്തിയിട്ട് വലിച്ചെറിഞ്ഞ് അവളെ ബലാത്കാരമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിലകൊണ്ട ഇവന്റെ പിന്നിൽ, ഇവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഘടകം ഏതാണ് എന്ന് പരിശോധന നടത്തിയപ്പോ മാരകമാകുന്ന MDM എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നമായിരുന്നു. മനസ്സിലാക്കണം സഹോദരങ്ങൾ, എവിടെയാണ് നമ്മുടെ തലമുറ എത്തിപ്പോയത്? എവിടേക്കാണ് നമ്മുടെ തലമുറയുടെ പോക്ക്? ഇത് മലപ്പുറത്തിന്റെ മണ്ണിൽ നടന്ന സംഭവമാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഈ സമൂഹത്തിലും ഈ സമുദായത്തിലും നടക്കുന്നുണ്ട്.
എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? നമ്മളിതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കളിച്ചും രസിച്ചും സാലിഹ്, നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് സാലിഹ്, അവന് മതി എന്നും പറഞ്ഞ് നമ്മളിത് നിസ്സാരമാക്കി പോവാൻ. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പഠിക്കണം. നമ്മൾ സാലിഹാവുക, മക്കള് സാലിഹാവുക, ഭാര്യ സാലിഹത്താവുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അത് തന്നെ വേണം, ചെറിയ കാര്യമല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്തത്, മുൻഗാമികൾ ദുആ ചെയ്ത് പഠിപ്പിച്ചത്. അവസാന സമയം വരെയും എന്നെ സാലിഹാക്കിത്ത അല്ലാഹ് എന്ന് ദുആ ചെയ്തു നിലകൊണ്ടു മുൻഗാമികൾ. നമ്മൾ എവിടെയാണ് സഹോദരങ്ങളെ? അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ രക്ഷപ്പെട്ടില്ലേ? സാലിഹായാൽ കിട്ടുന്ന നേട്ടം വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്സാലിഹീൻ വഹുവ യതവല്ല സ്സാലിഹീൻ. ഈ ദുനിയാവിൽ സുഹൃതമനുഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ സാലിഹീങ്ങളായ സജ്ജനങ്ങളുണ്ടോ, അവരുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വഹുവ യതവല്ല സ്സാലിഹീൻ, അള്ളാഹു ഏറ്റെടുക്കും അവന്റെ എല്ലാ കാര്യവും. ഒരു പേടിയും പേടിക്കണ്ട, നീ ഒരു പേടിയും പേടിക്കണ്ട. നീ സാലിഹായ മനുഷ്യനാണോ, അള്ളാഹു നിന്റെ സർവ്വ കാര്യങ്ങളും ഏറ്റെടുക്കും. നിന്റെ സാമ്പത്തികമാകുന്ന പരാധീനതകൾ, കഷ്ടയാതനകൾ, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ഭാര്യയുമായിട്ടുള്ളതാകുന്ന ചടുല പിണക്കങ്ങൾ എല്ലാം പടച്ചറപ്പ് തീർക്കും. എന്ത് വേണം? നീ എന്ത് വേണം? സാലിഹായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീ ബാങ്ക് വിളിക്കുമ്പോ കൃത്യമായി പള്ളിയിൽ പോകണം, നിന്റെ ആൺമക്കനെയും വിളിച്ചുകൊണ്ട്. ഉമ്മ വീട്ടിൽ തന്നെ നിസ്കരിക്കണം, നിന്റെ പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട്, മകളെയും വിളിച്ചിട്ട് നിസ്കരിക്കാൻ തയ്യാറാവണം. കാര്യം ബന്ധിക്കരുത്. ദീനിയായ കാര്യങ്ങൾ വട്ടെ മഗ്‌രിബിനെ തൊട്ടുമുമ്പ് വിളിച്ചിരുത്തിയിട്ട് ദിക്ർ ചൊല്ലണം. മക്കളെ സാലിഹാകണ്ടേ? ഇന്നത്തെ തലമുറയിൽ അതുണ്ടോ? മഗ്‌രിബിനെ തൊട്ടുമുമ്പ് വിളിച്ചിരുത്തിയിട്ട് എത്ര വീടുകളിലാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചെല്ലുന്നത്? എത്ര വീടുകളിലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്? എത്ര വീടുകളിലാ ദിക്ർ ചെല്ലുന്നത്? എത്ര വീടുകളിലാ യാസീൻ ഉള്ളത് മഗ്‌രിബിന് ശേഷം? എത്ര വീടുകളിലാ സൂറത്തുൽ വാഖിയ ഉള്ളത്? എത്ര വീടുകളിലാ സൂറത്തുൽ മുൽക്ക് ഉള്ളത്? നമ്മുടെ വീടുകളിലൊന്നും ഇതൊന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി സഹോദരങ്ങളെ. നമ്മുടെ വീടുകളിൽ ഇതൊന്നുമില്ല. ഇതൊക്കെ വരണം എപ്പോ? വാപ്പ മരിക്കണം എന്നാ അന്നത്തെ ദിവസം ഓതും. ആരോതും? നീയല്ല, വല്ലവരും ഓതും. നീ എപ്പോഴും എവിടെയാണ്? അടുക്കളയിൽ പോയിരുന്നിട്ട് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ ഓതുന്ന കൗമിന് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നീ എപ്പോഴും വാപ്പാക്കൊരു യാസീൻ പോലും ഓതിയിട്ടില്ല. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഖേദകരമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വാപ്പാക്ക് കൊടുക്കേണ്ട ഒരു ദുആ ഉണ്ട്, ആ ദുആ പോലും നീ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീ എപ്പോഴും സെൽഫി എടുത്തിട്ട് നിലകൊള്ളുകയാണ് ഖബർസ്ഥാനിൽ. പാണക്കാട് സയ്യിദന്മാരും സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളും എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ടുണ്ട് എന്ന് ലോകം മുഴുവനും ഗരിമ കാണിക്കാൻ സോഷ്യൽ മീഡിയ ഓണാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ ജനമധ്യത്തിൽ നീ പ്രഹസനമായി നിലകൊള്ളുകയാണ്. സ്വന്തം വാപ്പ മരിച്ചിവിടെ കിടക്കുന്നു. ഈ മകന്റെ ഒരു പ്രാർത്ഥന കിട്ടാൻ വാപ്പ ദാഹിക്കുന്നു, ഉമ്മ ദാഹിക്കുന്നു, മകൻ ദുആ കൊടുക്കുന്നില്ല. മകൻ ഇതാ വരുവാണ്, കറയും കളിക്കുക, ഒരു ജമ്പലുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ സമൂഹത്തിന്റെ അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്താ? ഞാനിത് കാര്യമായിട്ട് പറയാണ്, ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3 നടത്തുന്നു, 7 നടത്തുന്നു, 40 നടത്തുന്നു, ഒക്കെ അസിലുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്. പക്ഷെ ഈ നടത്തുന്ന പരിപാടികൾ നടത്തുമ്പോ ഓതുന്ന മക്കൾ ഓതലുണ്ടോ? ഓതലില്ല. നമ്മളെവിടെ? നമ്മൾ ജീരണി എടുക്കാൻ പോയിരിക്കുക, അലുവ അരിഞ്ഞോണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ അലുവ കൊടുക്കണം, അവിടെ പോയിരിക്കുക. അവസാനമായിട്ട് വാപ്പാക്ക് കൊടുക്കാനുള്ളൊരു യാസീൻ ഉണ്ടായിരുന്നു, ഹൈവാൻ അതിനില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം? ഇത് ഖലഖുസ്സമാവാതി, ഫുഡ് കഴിക്കാൻ അതിന് കറക്റ്റായിട്ട് അവല് വെക്കത്ത് ഉസ്താന്മാരുടെ ഇടയിലോട്ട് കയറിയിരുന്നു. ഇച്ചിരി ഇട തരണേ, അതിന് ഫ്രണ്ട് സഫ്. ഓതാൻ ഒറ്റ ഒരുത്തനില്ല. അങ്ങനെയാണോ വേണ്ടത്? നമ്മളല്ലേ അവിടെ മുൻപന്തിയിൽ വേണ്ടത്. അവിടെ ഇരുന്നത് ഓതണ്ടേ, വൃത്തിയായിട്ട് ദുആ ചെയ്യണ്ടേ? നമ്മൾ കണ്ണീരൊലിപ്പിച്ച് ദുആ വെക്കുന്നത് പോലെ ആകുമോ മറ്റുള്ളവരെ കണ്ണീരൊലിപ്പിക്കുന്നത്? സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മുടെ മക്കൾ എവിടെ സാലിഹാകുന്നു? വാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? എടക്കര മുസ്ലിം ജമാഅത്തിലും പരിസര മഹല്ലുകളിലുമൊക്കെ അന്തിവിശ്രമം ചെയ്യുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് എത്ര മക്കൾ ചെയ്യുന്നുണ്ട്? പെരുന്നാളിന്റെ അന്നൊന്ന് പോയി. ചിലർക്ക് പെരുന്നാളിലെന്ന് പോയിട്ട് ഖബർ അറിയാൻ മേല, കറങ്ങുക. കാരണം എന്താ? ആകെ പെരുന്നാളിലെന്നാ പോയേക്കുന്നത്. കഴിഞ്ഞ പെരുന്നാളിലെന്ന് പോയത് എവിടെയാ ഖബറെന്ന് അറിയാൻ മേല, കിടന്ന് കപ്പുക. പിന്നെ ഏതോ ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് ദ്വാരം നെറ്റിങ് പോകുന്നു. അതാണ് അവസ്ഥ. ചിലരുടെ അവസ്ഥ അങ്ങനെ.
വാപ്പാടെ ഉമ്മാടെ ഖബറ് കറക്റ്റ് തയ്യീൻ ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ തലമുറയ്ക്ക്? സ്ഥിരമായി സിയാറത്ത് ചെയ്താല് അതൊരിക്കലും മാഞ്ഞു പോകില്ലല്ലോ. ആ കല്ല് നമ്മൾ തന്നെയാണെങ്കിലും കറക്റ്റ് ചെയ്ത് വെക്കും. കൊല്ലത്തിൽ കറക്റ്റ് ചെയ്ത് വെക്കും, സ്ഥിരമായി സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ അല്ല എവിടാന്നറിയാൻ മേല, പള്ളിക്കാട്ടിൽ എവിടെ, ആ ഭാഗത്ത് എവിടെയാണ്, ഈ ഭാഗത്താട്ടെ, ഈ ഭാഗത്ത്. അപ്പൊ വേറൊരുത്തൻ പറയാം, അല്ലല്ല അനിയൻ പറയും ഇപ്പുറത്ത് ഈ ഭാഗത്താണ്, ഇവിടെ തന്നെയാണ്, എന്നാ പിന്നെ ഇവിടെ ഒന്നായിട്ട് നിന്നേക്കാം. സ്വന്തം വാപ്പയാണ്, സ്വന്തം ഉമ്മാണ് കബറിൽ കിടക്കുന്നത്. നമുക്ക് ഏതാ കബർന്ന് പോലും അറിയാൻ പറ്റില്ല, കറക്റ്റ് ഒരു സലാം പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. എവിടത്തെ അല്ല, മക്കയിൽ അടക്കിയിരിക്കുന്നതല്ല, സ്വന്തം ജമാഅത്തിൽ അടക്കിയിരിക്കുന്ന ഖബർസ്ഥാന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബർ സന്ദർശിച്ചാൽ അവന് ഗുണവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആൺമക്കളോടായി പറയുന്നത്. പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് സുന്നത്തില്ല. അവർക്ക് സുന്നത്തുള്ള ഏതാണ്? ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, മഹാന്മാരുടെ ഖബർ സിയാറത്താണ്. നമ്മുടെ സാധാരണ പള്ളികളിലുള്ള ഖബർസ്ഥാനിൽ ആർക്ക് സുന്നത്തില്ല? സ്ത്രീകൾക്കില്ല. അത് വീട്ടിൽ നിന്ന് ഇറക്കിയാൽ പിന്നെ കഴിഞ്ഞു, അവർക്ക് പിന്നെ കഴിഞ്ഞു. ഖബറിന്റെ അടുത്തോട്ട് പിന്നെ ഇല്ല, സുന്നത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ചിലർ അങ്ങനെ സിയാറത്ത് ചെയ്യുന്നുണ്ട്, അത് ഇസ്ലാമികമല്ല. ഷാഫി മദ്ഹബ് തന്നെയാണ് ഈ പറയുന്നത്, പ്രബലമായ അഭിപ്രായം തന്നെയാണ് ഈ പറയുന്നത്. സാധാരണക്കാരുടെ വാപ്പ ഉമ്മ സഹോദരങ്ങളൊക്കെ മരിച്ചാൽ അവരുടെ ഖബർ സിയാറത്ത് ആർക്ക് സുന്നത്തില്ല? സ്ത്രീകൾക്കില്ല. അതേസമയത്ത് ഔലിയാക്കൾ, അമ്പിയാക്കൾ, മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ട രീതിക്ക് ഔറത്ത് മറച്ച് വൃത്തിയായി പോയി ചെയ്താൽ ഗുണം കിട്ടും, ഇല്ലെങ്കിൽ തലക്കടിയും കിട്ടും. അല്ലാഹു ആക്കട്ടെ. ഔറത്തെല്ലാം തുറന്നിട്ടുകൊണ്ട് പോയി തുണിയും മാറ്റി വെച്ചിട്ട് റാഹത്തായിട്ട് ഔലിയായ എന്ന് പറഞ്ഞുകൂടി വന്നാല് ഹലാസ്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ ഗുണമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്നലെ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ മസാറിലായിരുന്നു, വിനീതന് വാങ്ങുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഉറൂസ് നടക്കാൻ അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. 10,000-കണക്കിന് ആളുകളാണ് അവിടേക്ക് സിയാറത്തിന് വേണ്ടി, സഹോദരങ്ങളടക്കം വരുന്നത്. 10,000-കണക്കിന് ആളുകൾ. അവർക്ക് പ്രത്യേകമായ മറയും സൗകര്യങ്ങളുണ്ട്. സ്ത്രീകൾ വന്ന് സിയാറത്ത് ചെയ്യുന്നതിന് പ്രത്യേക മറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മറയും സൗകര്യങ്ങളും വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അവർ സ്വന്തമായി ഔറത്ത് പരിപൂർണമായി നല്ല രീതിയിൽ മറച്ചിട്ടുമാണ് സിയാറത്ത് ചെയ്യുന്നതിൽ അതൊരു പുണ്യം തന്നെയാണ്, വലിയ പുണ്യം തന്നെയാണ്. സൗകര്യപ്പെട്ടാൽ നമ്മൾ അങ്ങനെ പോകണം, സിയാറത്ത് ചെയ്യണം. വലിയ കൂടിക്കലർ, അന്യരാകുന്ന പുരുഷന്മാരുമായി കൂടിക്കലരില്ലാതെ പോയി കാര്യങ്ങൾ നടത്തുക, അത് ഇസ്ലാമികപരമാണ്. സാധാരണക്കാരുടെ ഖബർ സിയാറത്താണ് ഞാൻ ഈ പറഞ്ഞത്. സ്ത്രീകൾക്ക് എന്തില്ല? സുന്നത്തില്ല. അത് പഠിച്ചു വെക്കണം. ചില ഖബർസ്ഥാനിലൊക്കെ അങ്ങനെ ചില സഹോദരിമാരെ പലയിടങ്ങളിലും കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതായാലും ശ്രദ്ധിക്കുന്ന നമ്മൾ പുരുഷന്മാരെന്ത് ചെയ്യണം? മകനെയും വിളിച്ചോണ്ട് പോകണം. ഡാവാ നമുക്ക് പോയിട്ട് വെള്ളിയാഴ്ചയെങ്കിലും അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്താല് കുത്തിബ ബറ, നിന്നെ ഗുണവാന്മാരുടെ കൂട്ടത്തിലേക്ക് രേഖപ്പെടുത്തും. അവർക്ക് ഗുണം ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു നിന്നെ രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പാപ്പായും ഉമ്മയും പണ്ട് ചവിട്ടിയിട്ടുണ്ട്, തൊഴിച്ചിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്, ഇടിവെച്ചിട്ടുണ്ട്, വഴക്കടിച്ചിട്ടുണ്ട്, ചെയ്യും. അതിനേക്കാൾ കൂടുതൽ വാക്കുകളൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ അവരുടെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാനുള്ള ഒരു അവസരം നിനക്ക് കൈമുതലായിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് നീ. പിന്നെങ്ങനെ നീ രക്ഷപ്പെടും? നമുക്ക് നമ്മുടെ വാപ്പാടെ ഖബർ നമുക്ക് പരിചയമില്ല, പിന്നെ എങ്ങനെ മക്കൾ പരിചയപ്പെടും? അതുകൊണ്ട് നമ്മുടെ തലമുറകളെ പരിചയപ്പെടുത്ത്, സാലിഹായ ജീവിതം നയിക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. സാലിഹായ കിട്ടുന്ന നേട്ടമെന്താണ്? തീർന്നില്ല. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സാലിഹായാൽ കിട്ടുന്ന നേട്ടം, മരിക്കുന്ന സമയമാകുമ്പോ സാലിഹായ മനുഷ്യനാണോ അവന്റെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരുകയാണ്. കാരുണ്യത്തിന്റെ മലക്കുകൾ അവന്റെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. എടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉപ്പ ഈ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി നിലകൊള്ളുന്ന സമയമാണ്. നിസ്കാരം നിലനിർത്തിയിരുന്ന മനുഷ്യനാണ്, നോമ്പുകൾ നോറ്റ് വീട്ടിയിരുന്ന സഹോദരനാണ്. എടക്കരയിലുള്ള പ്രായം ചെന്ന ഉമ്മയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച ഉമ്മയാണ്, നോമ്പുകൾ നോറ്റ് വീട്ടിയ ഉമ്മയാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയ ഉമ്മയാണ്. മരിക്കുന്ന സമയമാകുമ്പോ സുബ്ഹാനല്ലാഹ് അവരുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ആ മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ അടുക്കൽ വന്നുകൊണ്ട്
പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ പുറപ്പെടണേ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തി അടഞ്ഞതാകുന്ന ആത്മാവേ, നീ റാഹത്തായ നിലയിൽ പുറത്തേക്ക് വരണേ. ഉഖ്റുജി ബിറൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗളബാൻ. പടച്ചറപ്പിന്റെ സംതൃപ്തിയോടുകൂടി, അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി നിന്റെ ആത്മാവിനെ നീ പുറത്തേക്ക് ഇതാ കൊണ്ടുവരുകയാണ്. ആത്മാവിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനോടൊപ്പം കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ കാലിലൂടെ, അവന്റെ തള്ളവരലിലൂടെ ആത്മാവിനെ അതാ പുറത്തേക്ക് എടുക്കുകയാണ്. അല്പാൽപമായി ഊരി എടുക്കുകയാണ്. അവന്റെ തലവരെ ഊരുന്ന സന്ദർഭത്തിൽ വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ബിറൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗളബാൻ. പടച്ചറബ് നിന്നോടൊരു കോപമില്ല, അള്ളാഹുവിന് നിന്നോടൊരു ധാർഷ്ട്യമില്ല, പടച്ചറബിന് നിന്നോട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. അള്ളാഹു നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവേ, നീ നല്ല സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വരിക. ഇത് തന്നെയല്ലേ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിന്റെ ആത്മാവിനെ കാലിൽ നിന്ന് ഊരി തലയിലേക്ക് ഊരിയെടുക്കുന്ന സമയമത്രയും ആത്മാവിനെ, ശരീരത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ശരീരത്തിനെ ബാക്കിയാക്കി, ഈ ശരീരത്തിൽ നിന്ന് 4 മാസത്തിലേക്ക് ശരീരത്തിലേക്ക് ഊതപ്പെട്ടതാകുന്ന റൂഹിനെ, അതിനെ പരിപൂർണമായി ഊരിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗമാണ്. ആ സമയത്ത് പറയുകയാണ്, ആത്മാവേ നീ കടന്നു വരിക, ശരീരമേ നീ ഇവിടെ ബാക്കിയാവുക. വളരെ സന്തോഷത്തോടുകൂടി പടച്ചറപ്പ് നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ കൊണ്ട് നീയും സംതൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മുത്മഇന്ന തുർജഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്നെ സച്ചരിതരാകുന്ന അടിമകളിൽ, സ്വാലിഹീങ്ങളാകുന്ന അടിമകളിൽ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാകുന്ന അംബിയാ മുർസലീങ്ങളില്ലേ, സ്വാലിഹീങ്ങളാകുന്ന സച്ചരിതരാകുന്ന അടിമകളാണ്. അവരോടൊപ്പം നീ പ്രവേശിക്കണേ, സ്വർഗത്തിലേക്ക് കടക്കണേ. നിന്റെ സ്ഥാനം മഹനീയമാകുന്ന ഇല്ലീനിലാണ്, ഉന്നതമാകുന്ന സ്ഥാനമാണ്. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സാലിഹീങ്ങളാകുന്ന ഗുണവാന്മാരാകുന്ന ആളുകളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്ഥലമാണല്ലോ ഇല്ലീൻ. അവരേക്കിതാ നിന്നെ കൊണ്ടുപോയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. പഠിച്ചു വെക്കണേ, സ്വാലിഹായ മനുഷ്യനാണോ, ജീവിതത്തിൽ സുകൃതം ചെയ്തിട്ടുള്ളവനാണോ, നോമ്പുകൾ നോറ്റു വീട്ടിയവനാണോ, സക്കാത്തുകൾ കൊടുത്തു വീട്ടിയവനാണോ, ഹജ്ജുകൾ ചെയ്തു വെച്ചവനാണോ, മാതാപിതാക്കൾ അനുസരിച്ച മക്കളാണോ, മക്കൾക്ക് വേണ്ടുന്ന കടമകൾ പൂർത്തീകരിച്ച മാതാപിതാക്കളാണോ, അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിച്ചവരാണോ, സമൂഹത്തോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിച്ചവരാണോ, സഹോദര സമുദായത്തോട് വരെയുള്ള സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായവരാണോ, ഒരു ഭിന്നപ്പിന്റെ സ്വരം സമൂഹത്തിൽ കൊടുക്കാതെ ഏകസമക്കളെ പോലെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടു നടന്നവരാണോ, ഒരുമ്മ പ്രസവിച്ച മക്കളെ പോലെ പരിപൂർണമായി സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ ഊറ്റപ്പെട്ട ജീവിതം നയിച്ചവരാണോ, ഹറാമ് കാണാത്ത കണ്ണാണോ, ഹറാമ് കേൾക്കാത്ത കാതാണോ, ഹറാമായ ഭാഷണത്തിലേക്ക് നാവുകളെ കൊണ്ടുപോകാത്ത, സംസാരിക്കാത്ത നാവാണോ, എങ്കിലിതാ കടന്നു വരണേ. പടച്ചറപ്പ് നിന്നെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമേ, അവനോട് പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇത് സ്വാലിഹായാൽ കിട്ടുന്ന നേട്ടമാണ്. തീർന്നില്ല. മരിച്ചവൻ വീട്ടിൽ നിന്ന് അവനെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച്, ആ മയ്യത്ത് കട്ടിൽ 4 പേര് പിടിച്ചുകൊണ്ട് മുൻഭാഗത്ത് നിന്ന് 2 പേരും പുറകിൽ നിന്ന് 2 പേരോ അതിൽ കൂടുതലോ ആളുകൾ പിടിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ, ഇദാ മുദിഅത്തിൽ ജനാസതു ഫഹതമലഹ റിജാൽ ഖാലത്തിൽ ജനാസതു ഖദ്ദിമൂനി
അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബ, സാലിഹായ മനുഷ്യന്റെ ജനാസയാണോ, സാലിഹായ വ്യക്തിയുടെ ജനാസയാണോ, ദുനിയാവിലെ സുകൃതം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണോ, അവന്റെ ജനാസ വിളിച്ചു പറയുകയാണ്. മയ്യത്ത് കെട്ടിൽ ചുമക്കുന്ന മക്കൾ ഇത് കേൾക്കുന്നില്ല, നാട്ടുകാരിത് അറിയുന്നില്ല. അവരിത് കേട്ടാൽ ബോധരഹിതരായി വീഴുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. നമ്മുടെ വാപ്പയുടെ മയ്യത്ത് കെട്ടിൽ നമ്മൾ ചുമന്നിട്ടുണ്ട്, ഉമ്മയുടെ മയ്യത്ത് കെട്ടിൽ നമ്മൾ ചുമന്നവരാണ്. സഹോദരന്റെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ പലരുടെയും ജനാസ നമ്മൾ ചുമന്നിട്ടുണ്ട്. ആ മയ്യത്ത് കെട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സാലിഹായ വ്യക്തിയാണ് എങ്കിൽ എന്നെയൊന്ന് വേഗമൊന്ന് കൊണ്ടുപോകണേ, ഖദ്ദിമൂനി. കാരണം ഖബറിനകത്ത് തനിക്ക് കിട്ടുന്ന സ്വർഗീയ ആസ്വാദനങ്ങളുടെ പരിമളം അവൻ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കുകയാണ്. ഖബറിൽ നിനക്ക് കിട്ടുന്നതാകുന്ന ആസ്വാദനങ്ങളുടെ തിരമാലകളുടെ ശാദ്വരതീരം ഈ ജനാസയുടെ കട്ടിലിൽ കടന്നുകൊണ്ട് അവൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം കൊണ്ടുപോകാൻ അവൻ നിർബന്ധിക്കുമത്രേ. എന്നാൽ സാലിഹല്ലാത്ത മോശപ്പെട്ട വ്യക്തിയുടെ ജനാസയാണ് എങ്കിൽ സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ കണ്ടുകൊണ്ട്, സിനിമ ദർശിച്ചുകൊണ്ട്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ മൊബൈൽ ഫോണിലൂടെ, ലാപ്ടോപ്പിലൂടെ, ടാബിലൂടെ തന്റെ വാപ്പ ഓൺലൈനായി പഠിക്കാൻ വേണ്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾക്ക് വാങ്ങിച്ചു കൊടുത്ത ലാപ്ടോപ്പിലൂടെ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നതായ പെൺകുടികളെ, തന്റെ കാമുകനുമായ രഹസ്യമായ ഭാഷണം വാപ്പേറിയാതെ ഒരു പുതപ്പിന്റെ കീഴിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പെങ്ങളെ, വാപ്പ വാതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ മകൻ പറയുകയാണ്, ഉമ്മ വാതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ മകൾ പറയുകയാണ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട് വാപ്പ, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ട് പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയും വാതിന് വേണ്ടി പോകുമ്പോ അവരെ പോയ സമയം മുതൽ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതായ പെൺകുടികളെ, നാളെ ആഖിറത്തിലേക്ക് എത്തേണ്ടതില്ല. നിന്റെ മരണത്തോടുകൂടി നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. മരിച്ചു കഴിഞ്ഞ് നിന്നെ മയ്യത്ത് കുളിപ്പിച്ച കഫം പൊടിഞ്ഞ് അത് മയ്യത്ത് കട്ടിലേക്ക് കടത്തിയിട്ട് വീട്ടുകാർ യാത്രയാക്കി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്, അഖിറൂനി അഖിറൂനി, എന്നെയൊന്ന് പിന്തിക്കണേ പിന്തിക്കണേ. കാരണം അവനവന് കിട്ടുന്നതാകുന്ന ബുദ്ധിമുട്ടുകളുടേതാകുന്ന പ്രയാസങ്ങളുടെ, നൊമ്പരങ്ങളുടെ, വ്യതകളുടെ, ശ്രുതകളുടെ എല്ലാ വിഷമങ്ങളും അവൻ തിരിച്ചറിയുകയാണ്. നരകത്തിന്റെ തീക്കുണ്ടാരമായി അവന്റെ മയ്യത്ത് കട്ടിൽ മാറിയിരിക്കുന്ന അവസ്ഥ അവൻ തിരിച്ചറിയുകയാണ്. ഖബറിലെത്തിയാൽ ഭീകരമാകുന്ന രംഗങ്ങളാണ്. ഖബറിന് ഞെടുക്കമുണ്ടെന്നറിയാം, ഖബറിൽ ഞെരുക്കമുണ്ടെന്നറിയാം, ഖബറിൽ അദാബുണ്ടെന്നറിയാം, ഖബറിൽ വരുന്ന സർപ്പങ്ങളെ കുറിച്ച് വിവരമുണ്ട്. നിസ്കാരമില്ലാത്തവന് വന്നുകൊണ്ട് വരിയുന്ന സർപ്പത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവന്റെ ശരീരം മുഴുവൻ മാസകലം പൊതിഞ്ഞിട്ട് തലയിൽ വന്നുകൊണ്ട് കൊത്തുന്ന രംഗം അവന് ഹദീസുകളിലൂടെ മദ്രസയിൽ പഠിച്ചവനാണ്. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്ത വിഷമമാണ്. ദുനിയാവിൽ ആലിമീങ്ങളുടെ വാക്ക് കേൾക്കാതെ കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനാണ്, ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകൾ മഞ്ഞളിപ്പിച്ചവനാണ്, ദീനിന് വേണ്ടി സഹായം കൊടുക്കാതെ, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാലംബര കവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ ഹറാമായ തലത്തിലേക്ക് ശരീരങ്ങളെ കൊണ്ടുപോയവനാ. അതുകൊണ്ട് തന്നെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബറിലുണ്ടാകുന്ന വിപത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് വിളിപ്പിക്കുകയാണ്. അവന്റെ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്, അഖിറൂനി, എന്നെയൊന്ന് പിന്തിക്കണേ, എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. പഠിക്കണേ മുസ്ലിമേ, ഇടക്കരയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തുകൊണ്ട് മരണപ്പെടണേ, തൗബ ചെയ്തുകൊണ്ട് മരിക്കണേ. നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോയവരാണ്, കാത് കൊണ്ടുപോയവരാണ്, കൈകൾ കൊണ്ടുപോയവരാണ്, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നു നീങ്ങിയവരാണ്, ഹറാമായ തലത്തിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിച്ചവരാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ. പടച്ച റബ്ബിനോട് സദാ സമയം ദുആ ചെയ്തു കൂടണേ. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും എന്നെ സാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണേ അല്ലാ. നമ്മൾ സദാ സമയം റബ്ബിനോട് ഇത് ചോദിച്ചു ദുആ ചെയ്യണം.
ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഇടങ്ങേറിലും പ്രയാസത്തിലുമായി തീരും. ഉറപ്പാണ്. സാലിഹാവണോ നമ്മൾ സുഹൃതം ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ചു തരട്ടെ.